നെക്സ്റ്റ് ട്യൂസ്ഡേ ഏതൊരു ദിവസം എക്സാം വരുന്നുണ്ട്. അപ്പൊ എക്സാമിന് എന്റെ പോർഷൻ എവല്യൂഷൻ ആയിരിക്കും കേട്ടോ. ടുഡേ വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ആൻസർ ചെയ്ത് വരാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് വരാൻ പറഞ്ഞില്ലേ? ചെയ്തു വരാത്തവരാരൊക്കെയാ? ഓക്കെ, അഭിരാമി, ഓക്കെ, അഞ്ജന കെ എസ്, ഫൈൻ. ജസീക സൂസൻ ജോൺ, ഓക്കെ. ജസീക, നിങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടോ? ആൻസർ ചെയ്ത് വന്നവരാരൊക്കെയാ? അവരൊക്കെ ഒന്ന് പറഞ്ഞേ, ആൻസർ ചെയ്ത് വന്നു എന്ന് പറഞ്ഞു ഒന്ന്. I am getting only a very few responses. Irene, okay, Irene, okay, ചെയ്തു. Questions ചെയ്തു. ആകെ okay. I'm getting responses. Imran, how are you? Nilna Salim, Sridev, Hibanurin, Reen Mariam, Zintrala, okay. അപ്പൊ ചെയ്തു വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് പോവാം. ജസ്റ്റ് എന്നിട്ട് നിങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്യൂ വെദർ യു ആർ റൈറ്റ് ഓർ റോങ്. നിങ്ങൾക്ക് കീ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. കീ കിട്ടിയിട്ടുണ്ടോ? കീസ് കിട്ടിയിട്ടുണ്ടോ? അതിന്റെ എവല്യൂഷന്റെ കീ? നോ. ഓക്കെ, കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ അതിന്റെ ആൻസേഴ്സ് ഇങ്ങനെ നോക്കി പോവും. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോകും. നമ്മുടെ യൂണിറ്റ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, അതുപോലെ ഇക്കോസിസ്റ്റം. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ്. പക്ഷെ അത് നമുക്ക് ഈ 2 മണിക്കൂറിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തീർക്കുന്നതിന് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അതുകൊണ്ട് വി വിൽ ട്രൈ ടു എക്സ്റ്റെൻഡ് അവർ ക്ലാസ്. മോസ്റ്റ് പ്രോബബ്ലി നോട്ട് ടുഡേ, സം അതർ ഡേ. ഓക്കെ, ഫൈൻ. എനിഹൗ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം പറഞ്ഞേ. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. ഫ്രാൻസിസ്കോ റെഡ്ഡിനെ നിങ്ങൾ എന്തുമായിട്ട് നിങ്ങൾ ഇത് ചെയ്യും? ഫ്രാൻസിസ്കോ റെഡ്ഡി, ലൂയി പാസ്റ്റർ, റിച്ചർഡ്, ഒപ്പാരൻ. ഇതിൽ ഫ്രാൻസിസ്കോ റെഡ്ഡി ഞാൻ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്ത് പറഞ്ഞത്. ഫ്രാൻസിസ്കോ റെഡ്ഡി ഏതാണ്? ഒന്നാമത്തെ ആണോ ആൻസർ? രണ്ടാമത്തെ ആണോ? മൂന്നാമത്തെ ആണോ? നാലാമത്തെ ആണോ? അഞ്ചാമത്തെ ആണോ? ഐ മീൻ ദ ഡിസപ്രൂവൽ ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ആണോ? സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ് ആണോ? അങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്ത് പോകുന്ന രണ്ടാമത്തെ. ഫൈൻ. അതുപോലെ റിച്ചറോ? ഓഫ് കോഴ്സ് ലൂയി പാസ്റ്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ് ആണ്, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? റിച്ചർ എന്താ ചെയ്തത്? അഞ്ചാമത്തെ, പാൻസ്പേർമിയ. ഓക്കെ, റിച്ചർ അഞ്ചാമത്തെ ആണ്. പിന്നെ ഒപ്പാരിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഒപ്പാരിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? JBS ഹാൾ അല്ലെ? ഒപ്പാരിൻ ആൻഡ് ഹാൾ. ഓക്കെ, സോ ദ റൈറ്റ് ഓപ്ഷൻ എമംഗ് ദ 4 ഈസ് ഏതാണ്? റൈറ്റ് ഓപ്ഷൻ ഏതാണ്? ഓക്കെ, വെരി ഗുഡ്, യു ഓൾ ആർ ആൻസറിങ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ബി. റൈറ്റ് ഓപ്ഷൻ ഈസ് ബി അല്ലെ? ബി ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഏത് സെലക്ഷൻ ആണെന്നുള്ളത്, എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് അതിന്റെ ഓപ്ഷൻ മാത്രം പറഞ്ഞോളൂ വേഗം. ഇറ്റ് ഈസ് ബി. വൺസ് അഗൈൻ ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ബി അല്ലെ? നിങ്ങൾക്ക് കാണുന്നില്ലേ ബി? നിങ്ങൾക്ക് അൺനെസസറി ആയിട്ടുള്ള ഓക്കെ, അത് പോകുന്നുണ്ട്. ഓക്കെ, ബി. ഫൈൻ. സി, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ബി എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഇനി ഓപ്പൺ ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരും അറിയാതെ പ്രൈവറ്റ് ആയിട്ടൊന്ന് അയച്ചോ, കുഴപ്പമില്ല. അതിനുള്ള ഓപ്ഷൻ അതിലുണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങളുടെ പേര് പറയാതെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അങ്ങനെയൊക്കെ കുറെ ഗുഡൻസ് ഉണ്ട് ഇതിലെ. ഫൈൻ. Consider the following 3 statements and select the correct option stating which one is true and which one is false. ഇതിൽ ഏതാണ് ട്രൂ, ഏതാണ് ഫോൾസ്? ഇതും നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. The skull of baby chimpanzee is more like adult human skull than adult chimpanzee skull. Whether that statement is true or false? True ആണോ false ആണോ? വേഗം പറഞ്ഞേ. True. Okay. The first mammals were like shrews. അത് നിങ്ങൾ കുറെ പേര് ഇങ്ങോട്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാടി കയറി പറഞ്ഞിരുന്നതാണ്. The work of Thomas Malthus on population influenced Lamarck. കണ്ടോ? അത് ശരിയാണോ? തോമസ് മാൽത്തസിന്റെ അത് ഫോൾസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ദ ഓപ്ഷൻ ഈസ് സി, കറക്റ്റ് ആണ്. ഓക്കെ, അതും നിങ്ങൾ ആൻസർ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഡാർവിനെയാണ്. ഓക്കെ, ഗബ്ദം വിഷ്ണു. ഓക്കെ, ഡാർവിനെയാണ് കേട്ടോ. ശരി. വാട്ട് ഈസ് ദ കറക്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് പീരിയഡ്സ് ഓഫ് പാലിയോസോയിക് എറ ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ ദ ജിയോളജിക്കൽ ടൈം സ്കെയിൽ? അത് ഏതാ വരുന്നത്? ബി ആണ്. നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. പാലിയോസോയിക് എറ, കാംബ്രിയൻ, ഓർഡോവീസിയൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ.
പക്ഷെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഇത് നമുക്ക് ബൈ ഹാർട്ട് ആക്കാൻ പറ്റുന്നവർ മാത്രം ബൈ ഹാർട്ട് ആക്കി നിർത്തുക. കാരണം എക്സാമിന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായി പഠിച്ചത് വരെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോവാറുണ്ട്. അപ്പൊ അവിടെ എക്സാം, നീറ്റ് എക്സാം ആക്ച്വൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് സ്ലൈറ്റ് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പോലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടോളൂ കേട്ടോ. ഈ ഏരിയയിൽ നിന്നുള്ളത് അതായിരിക്കും നമുക്ക് കുറച്ചും കൂടിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. തെറ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം 5 മാർക്ക് കളയുന്നതിനേക്കാളും നല്ലതാണ് ചോയ്സിൽ നമുക്ക് അതവിടെ വിടുക കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫോക്കസ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് അപ്പുറത്തേക്ക്, അതല്ല നമുക്ക് കോൺഫിഡന്റ് ആണ്, ഈ പറഞ്ഞ പോലെ കോൺഫിഡന്റ് ആണ് എങ്കിലേ ഓക്കെ യു ക്യാൻ ക്യാരി ഓൺ. ഫൈൻ. Match column 1 with column 2 and select the correct option from the codes given below. Mesozoic era. Mesozoic era. വേഗം പറഞ്ഞോളൂ ഏതുമായിട്ട് വരുന്നതാണെന്നുള്ളത്. ഡിവോണിയൻ, പാലിയോസീൻ, പെർമിയൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം. ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ ആണോ എന്റെ അടുത്ത് പറയുന്നത്? ബി. കുറെ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ തന്നെയല്ലേ ചെയ്തത് ബി എന്നുള്ളത്? അഞ്ജന കെയസ്. ഓക്കെ, ബി ആണ്. എ, മീസോസോയിക് ഇറ എന്ന് പറയുന്നത് 160 മില്യൺ ഇയേഴ്സ് എഗോ വരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ് പ്ലീസ് ഹോൾഡ് ഓൺ. അല്ല ഇത് മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ പെയർ വിച്ച് ഡസ് നോട്ട് മാച്ച്. നമ്മൾ മാച്ച് ചെയ്യാത്തത് ഇതിലെ ഏതാണ് എന്നുള്ളതാണ്. കോ അസർവേറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. കോ അസർവേറ്റ് എന്താണ്? പ്രീ ബയോൺസ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ഇറ്റ്? ഓക്കെ, ഞാൻ ജസ്റ്റ് മൊഡ്യൂൾ ഒന്ന് എടുക്കുകയാണ്. മൊഡ്യൂളിലേക്ക് പോട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻ. ഓക്കെ, കോ അസർവേറ്റ്സ് അതുപോലെ സ്പീഷീസ് ആർ നോട്ട് ഇമ്മ്യൂട്ടബിൾ. സെലക്ട് the pair which does not match. ഇതിലെ ഏതാണ് മാച്ച് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അല്ലോപാട്രിക് സ്പീസിയേഷൻ, അത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സിംപാട്രിക്, അല്ലോപാട്രിക് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് സ്പീസിയേഷൻ. അതുപോലെ ഡാർവിൻ ഫിഞ്ചസ്, യുണീക് ടു ഗാലപ്പഗോസ്. ഇതിൽ എന്താണെന്നുള്ളത്. കോസർവേറ്റ്സ് അഗ്രിഗേറ്റ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റഡ് ബൈ എൻ ഓർഗാനിക് മെംബ്രെയിൻ എന്നുള്ളതാണ്. ഇതില് നോർമലി കോസർവേറ്റ് എന്തായിരുന്നു? ഒരു തിൻ വാട്ടർ ഫിലിം കൊണ്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അത് ഓപ്ഷൻസ് തന്നിട്ടില്ല നമുക്ക്. ഇതിൽ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് തരാത്തത് കൊണ്ട് ഓക്കെ, റീൻ മറിയം പയസ് ടു എവരിവൺ. ബി നമുക്ക് ബി ആണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ, മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന. അങ്ങനെയും കൂടി നമ്മൾ കണക്കാക്കണം കേട്ടോ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലോപാട്രിക് സ്പീസിയേഷനും സിംപാട്രിക് സ്പീസിയേഷനും എന്താണെന്നുള്ളതാണ്. അല്ലോപാട്രിക്, പാട്രി എന്ന് പറഞ്ഞാൽ ദേശം എന്നുള്ളതാണ്. അല്ലോ എന്ന് പറഞ്ഞാൽ വേറെ. അതായത് സ്പേസ് വഴിയായിട്ട്, സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥലം, അത് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലോപാട്രിക് സ്പീസിയേഷൻ. അതായത് ഒരു പോപ്പുലേഷൻ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ അവരിങ്ങനെ ജീവിച്ച് ചേഞ്ചസ്, വാരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ഓവർ ദ ടൈം ബോത്ത് ഓഫ് ദം ബിക്കം 2 ഡിഫറെന്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് മാറുക. 2ഉം ഡിഫറെന്റ് ആവാം, അല്ലെങ്കിൽ ഒരെണ്ണം വേറെ സ്പീഷീസ് ആയിട്ട് മാറുക. ഇതാണ്. എന്നിട്ടും എന്റെ ട്രൈ ടു റീപ്രൊഡ്യൂസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ കേട്ടോ. അതാണ് അല്ലോപാട്രിക്, സെപ്പറേറ്റഡ് ബൈ സ്പേസ്. പാട്രി, നമ്മൾ പാട്രിയാർക്കി, പാട്രി എന്നൊക്കെ പറയുമ്പോൾ ദേശം എന്നല്ലേ നമ്മൾ പറയാ. ദേശത്തിന് നമ്മളിവിടെ സ്പേസ് എന്നുള്ള ജോഗ്രാഫിക്കൽ ഏരിയ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അപ്പോൾ 2 ജോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് മൂവ് ചെയ്തതിനു ശേഷം പോപ്പുലേഷൻസ് സ്പീഷീസ് ആയിട്ട് മാറുന്നതാണെങ്കിൽ അല്ലോ. സിം പാട്രിക്, സിം എന്ന് പറഞ്ഞാൽ സെയിം എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. പാട്രി ഒരേ സ്ഥലത്ത് അവര് ഡിഫറെന്റ് നിച്ചിലേക്ക് മാറുന്നത് കാരണമായിട്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഹാബിറ്റാറ്റിലേക്ക് മാറുന്നത് കാരണമായിട്ടൊക്കെ ഉണ്ടാകുന്ന എന്താ പറയുന്നത് സ്പീസിയേഷൻ ആണ് സിംപാട്രിക് സ്പീസിയേഷൻ. ഇവിടെ റൈറ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പീഷീസ് ആർ നോട്ട് ഇമ്മ്യൂട്ടബിൾ എന്നുള്ളതാണ്. ഓക്കെ, ഗിവൻ ബിലോ ആർ 4 സ്റ്റേറ്റ്മെന്റ്സ് ഈച്ച് വിത്ത് 1 or 2 blanks. Select the option which correctly fills up the blanks in the statements. ഓക്കെ, വേഗം പറഞ്ഞോളൂ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ ഓപ്ഷൻ പറഞ്ഞാൽ മതി. എ എന്നാണ് പറയുന്നത്. ഹിബാനൂറിൻ എ എന്ന് പറയുന്നു. ശ്രീദേവ് ആർ എ എന്ന് പറയുന്നു. എ നോക്കാം നമുക്ക് ഓപ്ഷൻ ഏതാ വരുന്നത് എന്നുള്ളത്. ഫൈൻ. ഇതിന്റെ ആൻസർ എഴുതിയിട്ടില്ലല്ലോ ഞാൻ. ഓക്കെ, മാർക്ക് ചെയ്തിട്ടില്ല തോന്നുന്നു. ഒരു മിനിറ്റ്. ഇതിലെ ഒരു പ്രോബ്ലം എന്താ ഉള്ളത്? നമുക്ക് 1
Wings of the butterfly and birds look alike and are the results of butterfly bird in the it is convergent evolution. Butterfly and bird in convergent evolution. Functionally similar, structurally not similar. Miller showed that methane, hydrogen, ammonia, and dash were exposed to electric discharge flask, resulted in the formation of other two. In the 1 and 2, B, oxygen nucleosides, formation of nucleosides. Allalo, nucleosides ano. B amino acids, formation of amino acids. Okay, I will chat for a minute. Zoom boilo. What a second. Chat for a ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ എൻ്റെ മൊബൈലിലെ ചാറ്റ് പോയി. ഓക്കെ, ശരിക്കും അത് അവിടെ വരേണ്ടത് എന്തായിരുന്നു? ന്യൂക്ലിയോസൈഡ്സ് അല്ല, അത് അമിനോ ആസിഡ്സ് വരേണ്ടത് അല്ലേ? ചാറ്റ് പറയൂ. അതുപോലെ സി, വെർമിഫോം അപ്പൻഡിക്സ് ഇസ് എ വെസ്റ്റിജിയൽ ഓർഗൻ and dash evidence of evolution, anatomical evidence of evolution. D വരുന്നത് ഏതാണ്? According to Darwin, evolution took place due to mutations അല്ല, variations ആണ്. Variations and survival of the fittest. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? A, D1, due to small variation, survival of the fittest. A ആണ് വരുന്നത് അല്ലെ? കറക്റ്റ് ആണ്. A ആണ് റൈറ്റ് ഓപ്ഷൻസ്. A സ്റ്റേറ്റ്മെന്റുകൾ ഫില്ല് ചെയ്ത് വരുന്നതിലെ കറക്റ്റ് ഓപ്ഷൻ ഈസ് A. Okay, fine. That is clear. The primate which existed 15 million years ago. 15, അത് നമ്മുടെ ടെക്സ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Primates which existed 15 million years ago. ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് എടുത്ത എവല്യൂഷന്റെ ടെക്സ്റ്റ്, primates which evolved 15 million years ago. രാമാപിത്തിക്കസ് എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ഒന്ന് എടുത്തു നോക്കി എന്താ പറഞ്ഞിട്ടുള്ളത്? അതോ എനിക്ക് കൺഫ്യൂഷൻ വന്നതാണോ? About 15 million years ago, Dryopithecus and Ramapithecus. Correct ആണ്. Australopithecus ഞാൻ തെറ്റ് എഴുതിയതാണ്. Dryopithecus and Ramapithecus. Correct. No problem. Okay. Read the following statements and select the correct option. ചിലപ്പോഴൊക്കെ എനിക്ക് തെറ്റ് പറ്റാലോ. 9 C എന്നാണ് നിങ്ങൾ ആൻസർ പറയുന്നത്. നോക്കട്ടെ. C. Both 1 and 4 are correct. Fine. It is okay. Good. Then match column 1 with column 2 and select the correct option from the codes given below. Column 1 ഉം column 2 ഉം തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യുക. സാൾട്ടേഷൻ ആരാണ്? സാൾട്ടേഷൻ എന്ന് കേട്ടാൽ മ്യൂട്ടേഷൻ എന്ന ഓർമ്മ വരണം. അത് ആരാ പറഞ്ഞത് നമുക്കറിയണം. നിങ്ങൾ ഓപ്ഷൻസ് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, ഇതില് എല്ലാവരും പറയണം കേട്ടോ. സംശയമുള്ള ആൾക്കാരൊക്കെ അപ്പപ്പോ ചോദിക്കുക. നെക്സ്റ്റ്, an isolated population of humans with approximately equal number of blue-eyed and brown-eyed individual was decimated by an earthquake. Natural calamities vary പോകുന്നതാണ്. Only a few brown-eyed people remain to form the next generation. This kind of change in a gene pool is often called option C എന്നാണ് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റീസ്, ഡിസീസസ് ഒക്കെ വഴി ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ പോപ്പുലേഷൻ നശിച്ചു പോകുന്നതിനെ നമ്മൾ ബോട്ടിൽ നെക്ക് എഫക്ട് എന്നാണ് പറയുന്നത്. സി കറക്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. Fill up the blanks. Question മൊത്തം ഞാൻ വായിക്കണോ? നിങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ? വലിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. വായിച്ചെടുക്കുമ്പോഴേക്കും തന്നെ 12 question is option C എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹിബ നൂറിനാണ് ഏറ്റവും ആദ്യം തന്നെ ആൻസർ പറഞ്ഞിട്ടുള്ളത്. റീൻ മറിയം, ജസീക സൂസൻ, ഓക്കെ, സിൻട്രല, ഗൗതം വിഷ്ണു, ഐറീൻ. ഓക്കെ, ലെറ്റ് us see. It is the option C. കറക്റ്റ് ആണ്. ഓക്കെ, then ഇത് എക്സ്പെരിമെന്റ് ആണ്. മില്ലെ ആൻഡ് യുറേ എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. ഇതിന്റെ പറഞ്ഞേ ബി എന്നാണ് പറയുന്നത്. ഓക്കെ, ബി റൈറ്റ് ഓപ്ഷൻ ആണ്.
ഓക്കെ. അഞ്ജന, റെയിൻ മറിയം, അഗൈൻ ജസ്ലി എന്ന ഈ വായിക്കുന്ന പേരുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നതെന്നുള്ളതാണ്. അഭിരാമി, കൃഷ്ണപ്രിയ, ഓക്കെ കൃഷ്ണപ്രിയ, അഭിരാമി, ഗുഡ്. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ, മുന്നേ പറയാ, ചാടിക്കേറി പറയാ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? നിങ്ങളുടെ പേര് ഞാൻ ഉറക്കെ വായിക്കണം വെച്ചാൽ നിങ്ങള് മുന്നേ ചാടി പറയണം, അപ്പോഴാണ്. ഓ, ദ 14D അഗൈൻ ഉത്തര KR, ഉത്തര, ഓക്കെ ഇമ്രാൻ, ഓക്കെ. അതിന് 2 ഓപ്ഷൻ വരുന്നുണ്ട്, എ എന്നും പറയുന്നുണ്ട് ചില ആൾക്കാർ, ജസീക്ക പറയുന്നത് എ എന്നാണ്, അഭിരാമി, ശ്രീദേവ് ഡി എന്നാണ് പറയുന്നത്, ഐറീന് എ ആണ്. അപ്പൊ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞത് ഡി, ഓസ്ട്രേലിയപിഥെക്കസ് വിത്ത് എ ബ്രെയിൻ സൈസ് ഓഫ് 140 cc lived in an East and Central Asia between 1 lakh to 40,000 years back. ഓസ്ട്രേലിയപിഥെക്കസ് അല്ല അത്. അതെന്തായാലും എന്താണ്, ഇതിനെ പറ്റിയിട്ടാണ്, നമ്മളുടെ നിയാൻഡർതാൽ മനുഷ്യനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്, അല്ലെ? അപ്പൊ അത് ഓസ്ട്രേലിയപിഥെക്കസ് അല്ല. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റാണ്. പിന്നീട് എ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഇറ്റ് ഈസ് 2 million years. ഓക്കെ, ഇമ്രാൻ പറയുന്നുണ്ട് അതല്ല. 15C അപ്പോഴേക്കും 15 ക്വസ്റ്റിനെ ഞാൻ വായിച്ചിട്ടില്ലടാ ഗൗതമേ. ഓക്കെ, ഇവിടെ ഐറീൻ പറയുന്നത് 350 million years ago ജോലസ് ഫിഷിനെ പറ്റിയിട്ടായിരിക്കും അല്ലെ? കാരണം അത് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനില്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി 2 ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല കേട്ടോ. 350 ഞാൻ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ, 480 million years ago അല്ല, അതവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ എന്നാലും മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, അത് രണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 350 million years ago ആണ് ആര്, ജോലസ് ഫിഷസ് ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടെ 480 തന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആ സെൻസിൽ എടുക്കുകയാണെങ്കിൽ അതും മിസ്റ്റേക്ക് ആണ്. അതുപോലെ ഓസ്ട്രേലിയപിഥെക്കസിന്റെയും മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. സോ നൗ വി ആർ മൂവിംഗ് ടു ദ 15th question. Complete the following paragraph by selecting the correct sequence of words from the options given below. Okay, 15C എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയാൻഡർതാൽ, ഓക്കെ, സി, ഓക്കെ കറക്റ്റ് ആണ് അല്ലെ? സി നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഫാസ്റ്റ് കൂടുന്നതൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ നിങ്ങൾ ചെയ്തു വന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. വി ഹാവ് ടു ഡിസ്കസ് ദ നെക്സ്റ്റ് യൂണിറ്റ്. Consider the following 3 statements and select the correct option stating which one is true and which one is false. Okay, സി എന്നാണ് പറയുന്നത്. ബി എന്ന് ഓപ്ഷൻ ജസീക്കയ്ക്ക് സി ആണ്, ബാക്കിയുള്ള ആൾക്കാർക്ക് ബി ആണ്. ഒപ്പാരിൻ ഓഫ് റഷ്യ and Haldane of England proposed that the first form of life could have come from pre-existing non-living organic molecules, RNA, protein, etc. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? RNA പ്രോട്ടീൻസ് ഒന്നും നോൺ ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് അങ്ങനെയുള്ളതല്ല. RNA പ്രോട്ടീൻസ് അതിൽ നിന്നല്ലല്ലോ വന്നത്. The life was preceded by and that formation of life was preceded by chemical evolution. ഒരു മിനിറ്റ്, ഇത് എന്താ വീണ്ടും ഓപ്ഷൻ കാണുന്നില്ല. ബി ആരാണ് സി പറഞ്ഞ ആൾക്കാർ? ഗൗതം വിഷ്ണു. ഒരു മിനിറ്റ്. Oparin of Russia and Haldane of England proposed that the first form of life could have come from pre-existing non-living organic molecules, and that formation of life was preceded by chemical evolution. Okay, that's a true statement ആണ്. Based on observation which made during a sea voyage around the world, Charles Darwin concluded that existing living forms share similarities to varying degrees only among themselves. Alle analogous structures are a result of convergent evolution. Appo adum ipo edana ningal C ennu parayunnathu? Gautam Vishnu C ennu parayunnathu based on alla. C engane avunnathu? Analogous organs are result of convergent evolution ennu parayunnathu ശരിയല്ലേ? ഞാൻ ക്ലാസ്സിൽ അത് പറഞ്ഞതാണല്ലോ ഗൗതമേ. സിയില് തന്നിരിക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഓക്കെ ചേഞ്ച് ചെയ്ത് അവൻ തിരുത്തിയിട്ടുണ്ട്. അവൻ തന്നെയല്ലേ? അല്ല, ജസ്ലി തന്നെയാണ് തിരുത്തിയത്. ഓക്കെ, അബുരാമി KP അഗൈൻ ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, സോ അത് ബി ആണ്. Then which of the following pairs of structures is homologous? ഏതൊക്കെയാണ് ഹോമോലോഗസ് എന്നുള്ളത്? Okay, 17C. Okay, 17C എന്നാണ് പറയുന്നത്. 4 limbs of bat and 4 limbs of horse, both are vertebrates. അതുകൊണ്ട് അതാണ് സി. ഫൈൻ, ഓക്കെ കിട്ടുന്നുണ്ട്. കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പോകണം കേട്ടോ. ശരി,
18. Read the following statements carefully and select the correct ones. Alfred Wallace, naturalist work in Malay archipelago, had also come to similar conclusions as Darwin. വേഗം പറഞ്ഞു ഇതിന്റെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. കൂടുതൽ പേര് എല്ലാവരും എ തന്നെയാണ് പറഞ്ഞത്. വേഗത്തിൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നും വന്നിട്ടില്ല. ഫൈൻ, അപ്പൊ അത് കുഴപ്പമില്ല. Then 18th question. 19. We are moving to 19. Okay. Given below are the three statements which of two blanks. 19 വേഗം തന്നെ ഇവിടെ ആൻസർ പറയുന്നുണ്ട്. 19 ഓപ്ഷൻ ബി എന്നാണ് പറയുന്നത്. ഇത് നാച്ചുറൽ സെലക്ഷൻ, നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പോസ്റ്റ് അത് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും ബി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടോ, ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർക്ക്, ചെയ്ത് വരാത്ത ആൾക്കാരെ വായിൽ വിരലിട്ട് കടിച്ച് അവിടെ ഇരിക്കുക. കേട്ടോ, ചെയ്തു വന്ന ആൾക്കാർ കണ്ടോ, അവർ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ആൻസർ ചെയ്ത് പോകുന്നത് നോക്കുക. അതിന്റെ പേരാണ് ശുഷ്കാന്തി. അതുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് നീറ്റ് പാസ്സാവുക എന്നുള്ളത്. കേട്ടോ, ആരെങ്കിലും ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ, മിണ്ടാതെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെന്താണ് ആക്ച്വലി ചിലപ്പോൾ ചെയ്തു വന്നിട്ട് മിണ്ടാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് ഇറ്റ് ഇസ് എ ബാഡ് ഹാബിറ്റ്. കേട്ടോ, നിങ്ങൾ ആൻസർ ചെയ്യണം. ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യണം. കുറെ സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് റെസ്പോൺസ് തരുന്നുള്ളൂ. അതാണ് എനിക്കിഷ്ടം. ഓക്കെ, മാച്ച് കോളം 1 വിത്ത് കോളം 2. കോളം 1 മ്യൂട്ടേഷൻ, ജീൻ ഫ്ലോ, നാച്ചുറൽ സെലക്ഷൻ. 20 ആൻസർ ഡി എന്നാണ് പറയുന്നത്. ഓക്കെ, ഡി. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, ഡി എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അറിയാത്ത ആൾക്കാർ വീണ്ടും ഞാൻ പറയാണ്, പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. ഐ വിൽ ആൻസർ ദാറ്റ് വൺ. Then I am moving to the next question. Which of the following differences between Lamarckism and Darwinism is incorrect? Incorrect at 21D. Okay, okay. 21 Jessica Susan. A, D. അപ്പൊ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണം. പല ഓപ്ഷൻ പറയുന്നുണ്ട്. അതായത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണ് അല്ലെ. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് തിയറി. ഓൺലി യൂസ്ഫുൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഓൺലി യൂസ്ഫുൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല. എന്ത് ക്യാരക്ടറാണോ അക്വയർ ചെയ്യുന്ന യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ചിലത് എന്താണ് all the acquired characters are inherited in the next generation. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ പോലെയൊക്കെ തോന്നുന്നില്ലേ? ഡാർവിൻ എങ്ങനെയും അക്വയർഡ് ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തിലാണ് നിങ്ങളുടെ ഡി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോളോയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫറൻസസ് ബിറ്റ്വീൻ ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം ഈസ് ഇൻകറക്റ്റ് എന്നാ ചോദിച്ചേ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഫോളോയിങ് ഡിഫറൻസ് ഏതാണ് എന്നുള്ളത് മുഴുവൻ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കും. നെഗ്ലക്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത് ഒരു എന്താ പറയുന്നത്, ലാമാർക്കിന്റെ ഐഡിയ പോലും ആയിരുന്നില്ല. അപ്പൊ ഇതിൽ തെറ്റായത് ഏതായിരുന്നു? കുട്ടികളെ ആലോചിക്കൂ. 21D. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായോ? എന്താണ് എന്ന്, എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ഓക്കെ, ബി. ഓക്കെ, ഷാരോൺ സ്റ്റാൻഡി. ഓക്കെ, ഷാരോന്റെ പേര് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. എന്റെ കണ്ണിൽ പെടാതെ വിളിച്ചിരിക്കുന്നു. നാജിയ നജീബ് ടു എവരിവൺ. ഓക്കെ ഓക്കെ, കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ആ ബി എന്ന് പറയുന്നത് ഡാർവിന്റെ അത് നോക്കിയാൽ തന്നെ അറിയാം. ഓൾ ദ അക്വയർഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ ഡാർവിൻ പറഞ്ഞതാണോ? അതൊക്കെ അങ്ങനെയല്ല. പിന്നെ ലാമാർക്കിന്റെ കേസിൽ യൂസ്ഫുൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ, അങ്ങനെ ലാമാർക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ, അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ് കേട്ടോ. ഫൈൻ, നെക്സ്റ്റ് വൺ. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺസ്. പറഞ്ഞു, ഇതിൽ ഏതാണെന്ന് വേഗം പറഞ്ഞു. എ, ബി, സി, ഡി ആണോ? നോക്കാം. ഡി 22 ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡി വരട്ടെ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഓപ്ഷൻ കാണിക്കാം. ഡി എന്നാണ് പറയുന്നത്. ഓൾ ഓഫ് ദീസ്. ഓക്കെ ഓക്കെ, കുറച്ച് പേര് പറയുന്നുണ്ട് ഓൾ ഓഫ് ദീസ്. ഷാരോൺ സാൻറ്റെ. ഓക്കെ, ശ്രീദേവ്, ഗൗതം വിഷ്ണു. ഫൈൻ. ഇതെന്താണ്? ഫോളോയിങ് ഡയഗ്രാം പ്രൊവൈഡ്സ് an example of. Question number 23. Convergent evolution. Convergent evolution ആണോ ഇത്? ടാസ്മാനിയൻ വൂൾഫ്, ബാൻഡഡ് ആന്റീറ്റർ, മാർസുപ്പിയൽ, റാറ്റ്, കോയില. കൺവെർജന്റ് എവല്യൂഷൻ ആണോ? നോക്കൂ, ഇത് നിങ്ങൾ കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് വന്നു ചേരുന്നതിനില്ലേ കൺവെർജൻസ് എന്ന് പറയാ. ഒരു പോയിന്റിൽ നിന്ന് തിരിച്ചു പോകുന്നതിനെ, പിരിഞ്ഞ് പല സ്ഥലത്തേക്ക് പോകുന്നതിനെ നമ്മൾ എന്താ പറയാ? ഡൈവർജന്റ് എന്നാ പറയാ. ആ മീനിങ് തന്നെ, ആ വേർഡിന്റെ മീനിങ് തന്നെ എടുത്ത് നോക്കി നോക്കൂ.
ഏതെങ്കിലും ഒരു കോമൺ പോയിന്റിലേക്ക് പല ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ, പല ഭാഗത്ത് വന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കൺവെർജൻസ്. ഇതിപ്പോ എന്താ, ഒരു ആസ്ട്രേലിയൻ മാർസുപ്പിയൽ എന്ന് പറയുന്ന ഒരു കോമൺ ഇതിൽ നിന്ന് പല ഭാഗത്തേക്കാണ് ഏരോ ഇട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡൈവർജൻസ്. ആ വേർഡിൽ തന്നെ ഉണ്ട്, പിടുത്തം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ വിൽ റിസൾട്ട് ഇൻ ദ ഡൈവർജന്റ് എവല്യൂഷൻ എന്നൊക്കെ നമ്മൾ ഇന്നലെ ഘോരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസംഗിച്ചതല്ലേ. ഇതൊക്കെ എത്ര പെട്ടെന്ന് മറന്നുപോയോ? കുറെ പേര് ഇപ്പൊ വാക്ക് മാറ്റി ഡിയിലേക്ക് ചാടിയിട്ടുണ്ട്. എ കാരൊക്കെ ഇപ്പൊ ഡിയിലേക്ക് ചാടിയിട്ടുണ്ട്. ഓക്കെ, 23rd ഡി നോക്കാം. ഡൈവർജന്റ് എവല്യൂഷൻ ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. കേട്ടോ? അപ്പൊ കൺവെർജൻസും ഡൈവർജൻസും പിക്ടോറിയൽ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏരോ എങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത്? എല്ലാ ഏരോയും ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺവെർജൻസ്. ഒരു കോമൺ ആൻസെസ്ട്രിയിൽ നിന്ന്, കോമൺ ഏരിയയിൽ നിന്ന് ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസിലേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡൈവർജൻസ്. കൺവെർജൻസും ഡൈവർജൻസും വേർഡ് മീനിങ് എടുത്താൽ തന്നെ നമുക്ക് അതിന്റെ റൈറ്റ് മീനിങ് കിട്ടും. കേട്ടോ? അപ്പോ പേജ് 133 ടെക്സ്റ്റിലെ കേസ് ആണോ പറയുന്നത്? See, when more than one adaptive radiation, it is, when more than one adaptive radiation, അതെങ്ങനെയാ വരിക? When more than one adaptive radiation, it is convergent. Okay, ആ പോയിന്റ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. When more than one adaptive radiation, നിങ്ങൾ അത് ചോദിച്ചത് ഒരു ഇത് തന്നെയാണ്. നോക്കൂ എങ്ങനെയാണ് വരിക. ജസ്റ്റ് 1 സെക്കൻഡ്, ഞാൻ എന്റെ പാൻ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ, ഇതാ വരും. ഓക്കെ, മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ. നമ്പർ 1 അഡാപ്റ്റീവ് റേഡിയേഷൻ ഇതാണ്. ഓക്കെ, ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലേ? Adaptive radiation number 1. Okay, now I am going to showing the adaptive radiation 2. ഇവിടെ നിങ്ങൾക്ക് മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇനി നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ, ഇതാണ് രണ്ടാമത്തെ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, യു സി ഈ കോമൺ ആൻസെസ്ട്രിയിൽ നിന്ന് ഈ മൈക്രോ എവല്യൂഷൻ വരുന്നത് ഈ ഏരിയയിലേക്കാണ്, ഈ ഹാബിറ്റാറ്റിലേക്കാണ്. ഇത് ഈ ഹാബിറ്റാറ്റിലേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്പീഷീസ്, ദാറ്റ് മീൻസ് ദ സ്പീഷീസ് നമ്പർ 1, ദിസ് ഈസ് ദ സ്പീഷീസ് നമ്പർ 2, this is the species number 3, and this is the species number 4. Okay, ഇതേപോലെ ഈ അഡാപ്റ്റീവ് റേഡിയേഷന്റെ അവിടെ വരുന്നത് സ്പീഷീസ് നമ്പർ 1, സ്പീഷീസ് നമ്പർ 2, സ്പീഷീസ് നമ്പർ 3 and species number 4. I hope you all can see the diagrams. കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, S1 and S1 will have the common features because they are coming to the same geographical area where the selection pressures will be the same, even though they are started from different ancestry. Okay, ഇവിടൊന്നും സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ പോലും ഈ S1 വന്നെത്തുന്നത് കോമൺ ജോഗ്രഫിക്കൽ ഏരിയയിലേക്കാണ്, കോമൺ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്, കോമൺ സെലക്ഷൻ പ്രഷർ ആണ്. Therefore the traits can be similar. Okay, അതുകൊണ്ടാണ് എന്താണ് മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ, ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ കൺവെർജന്റ് എവല്യൂഷൻ. പക്ഷെ നിങ്ങളുടെ ഈ തന്ന ഫിഗറിലെ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻസ് എവിടെയാണുള്ളത്? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരൂ. എവിടെയാണ് മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ അവിടെ ഉള്ളത്? ഇതിൽ ഒരു സിംഗിൾ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ഉള്ളത്. It said in the textile convergent, Sharon Sandy, Ruba Faiz. Okay, ഈ ചിത്രത്തിൽ ഇപ്പൊ തന്ന ഈ ചിത്രത്തില് ഒരു കോമൺ ആൻസെസ്ട്രി ആണ്, ആസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് എന്ന് പറയുന്ന കോമൺ ആൻസെസ്ട്രിയിൽ നിന്ന് ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. There is no two adaptive radiations. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ പറയുന്നുള്ളത്? ഹലോ, എന്താണ് ക്ലാസ് അല്ലേ? കൊടുമ്പിരി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. ക്രാഷ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത്? ഇതിലെവിടെ രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ, മോർ ദാൻ വൺ, 1, 2, 3, 4 അഡാപ്റ്റീവ് റേഡിയേഷൻസ് വരണം.
ഇതിൽ ആ സംഭവമേ ഇല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഫിഗർ, ആ ഡയഗ്രാം ആണ് ആക്ച്വലി എന്ത്, രണ്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ വേണ്ട, ഇനി മൂന്നാമത്തെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷനും കൂടി ഇതില് നമ്മൾ ആഡ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ആഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഈ മൂന്നാമത്തെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ ഐ വിൽ സെലക്ട് അനദർ കളർ. ഓക്കെ, ഇതാ ഇവിടുന്ന് ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ ഞാൻ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. അത് ഗോയിങ് ടു ഹിയർ അല്ലെ, ഇറ്റ് ക്യാൻ ഗോ ഹിയർ, ഇറ്റ് ക്യാൻ ഗോ ഹിയർ, ഇറ്റ് ക്യാൻ ഗോ ഹിയർ അല്ലെ. ദെൻ here the S1, ഇവിടുത്തെ species number 1, ഇവിടുത്തെ species number 1. So all three species here, it may form similar traits or similar characteristics. Then it is convergent evolution. മനസ്സിലായോ? മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ വരണം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല. അവിടെ ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്നാണ് ഡിഫറെന്റ് സ്പീഷീസ് വന്നത്. മാർസൂപ്പിയൽ ആൻസസ്ട്ര ആയിരുന്നു, അതിൽ നിന്ന് ഡിഫറെന്റ് സ്പീഷീസ് വന്നു. ഇറ്റ് ഈസ് എ സിംഗിൾ അഡാപ്റ്റീവ് റേഡിയേഷൻ. ദർ ഈസ് നോ more than one adaptive radiation depicted in the question. Okay, I hope you understood it now. Fine. Okay, I'm moving to the question. Okay, clear ano? Clear ano either? Can I move to the next question? Okay, Gautam sit. Okay, Ruba Faiz. Okay, fine, ready, fine. Let us move to the next question now. Which of the following are necessary for evolution by natural selection to take place? വേഗം പറഞ്ഞു. നമ്മൾ നാച്ചുറൽ സെലക്ഷന്റെ മുകളിൽ കുറെ പിടിച്ചതാണ്. ഓപ്ഷൻ ഡി എന്നാണ് പറയുന്നത്. ഇതിലും കൺഫ്യൂഷൻ വന്നു. സി, ഹിബയ്ക്ക് അത് സി ആണ്, അഭിരാമിക്ക് അത് ഡി ആണ്, റുബ ഫായിസ് സി ആണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കണം അല്ലെ. ഇതിൽ ഏതാണ് നെസസറി ഫോർ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ? ഓഫ്സ്പ്രിംഗ് റിസംബിൾ their parents more than other individuals in a population. Differences among individuals exist and lead the number of successful offspring എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Individuals adjust their development depending on the environment. Okay, ഞാൻ അതിന്റെ ഇത് എടുത്തേക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 24. Okay, question number 24. Offspring resemble their parents more than other individuals in a population. അല്ലെ, എന്തായാലും അങ്ങനെയാണ്. ബട്ട് there is a variation. വേരിയേഷൻ ഉണ്ടെങ്കിൽ കൂടി എന്താണ് വേരിയേഷൻ ഉണ്ടെങ്കിൽ കൂടി offspring resemble their parents more than other individuals in the population. Okay, മറ്റുള്ള ഇൻഡിവിജ്വൽസിനേക്കാളും സ്വന്തം അച്ഛനോടും അമ്മയോടും റിസംബിൾസ് കാണിക്കുന്നുണ്ട്. ഡിഫറൻസസ് among individuals exist and lead to the different number of successful offsprings being produced എന്നുള്ളതാണ്. ഡിഫറൻസസ് among individual exist ചെയ്യുന്നുണ്ട് and lead to the different numbers of successful offspring being produced. Okay, individuals adjust their development depending on the environment. Every individual has a desire to have many offspring. Population tend to grow faster than their food supplies. ഇതിൽ ഏതാണ് എന്താണ് necessary for evolution എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. കുറെ പേര് ഡി എന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ ഗ്രോ ഫാസ്റ്റർ ദാൻ ഫുഡ് സപ്ലൈ. അത് നോക്കൂ, ഓപ്ഷൻ സി അല്ലേ ഇവര്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാർവിന്റെ കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോപ്പുലേഷൻ മേ റിമെയിൻ സ്റ്റേബിൾ എന്നൊരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അഞ്ചാമത്തതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ പറയുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഏതാണ് എവല്യൂഷന് ഇമ്പോർട്ടന്റ് നെസസറി ആയിട്ടുള്ളത്? എന്താണ്? ഡിഫറൻസസ് വരുന്നുണ്ട്, അതുപോലെ അഡ്ജസ്റ്റ് ദ ഡെവലപ്മെന്റ് ഡിപെൻഡിങ് ഓൺ ദ എൻവിറോൺമെന്റ്. എവറി ഇൻഡിവിജ്വൽസ് ഹാവ് എന്താ പറയുന്നത്, ഡിസയർ ടു ഹാവ് മെനി ഓഫ്സ്പ്രിങ്. അതാ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഡാർവിന്റെ എക്സാമ്പിൾസ് ഞാൻ നോട്ട് എഴുതിയതാണ്. പോപ്പുലേഷൻ ടെൻഡ് ടു ഗ്രോ ഫാസ്റ്റർ എല്ലായ്പ്പോഴും ആവണമെന്നില്ല. മാൽത്തസിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതാവാം, സീസണൽ വേരിയേഷൻസ് കാണിക്കാം. പക്ഷെ ഡാർവിൻ എന്താ പറഞ്ഞിരുന്നത്? നാച്ചുറൽ സെലക്ഷന്റെ കേസ് അവിടെ പറഞ്ഞത്. ഡാർവിന്റെ കേസ് എന്താ പറഞ്ഞത്? ഡാർവിൻ പറഞ്ഞത് പോപ്പുലേഷൻസ് ചിലപ്പോ എന്താവാം, സ്റ്റേബിൾ ആയിരിക്കാം, റിസോഴ്സ് ലിമിറ്റഡ് ആയാൽ മതി എന്നാണ് പറയുന്നത്. റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ പോപ്പുലേഷന്റെ സൈസ് സ്റ്റേബിൾ ആയാലും ഇങ്ങനെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നടക്കാം. ഫസ്റ്റ്, ഓഫ്സ്പ്രിംഗ് റിസംബിൾ ദെയർ പാരന്റ്സ് മോർ ദാൻ എന്താ പറയുന്ന അതർ ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ അല്ലെ. പാരന്റ്സ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓഫ്സ്പ്രിംഗ് റിസംബിൾ ദെയർ പാരന്റ്സ് മോർ ദാൻ അതർ ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അവിടെ വാരിയേഷൻസ് എന്താണ് ഉണ്ടാവുന്നുണ്ട്. റിസംബിൾ എന്ന് പറഞ്ഞാൽ
അതേപോലെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കാൻ വിചാരിക്കാം. ഓസ്പ്രിങ് റിസംബിൾ, ഐഡന്റിക്കൽ എന്നല്ലാതെ റിസംബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഈ 4 ഇതിൽ തന്നിട്ട് 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഉള്ളതില് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. യു ആർ ഗെറ്റിംഗ്? തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. Fourth is it true always. Every individual has a desire to have many offsprings. Many offsprings ഉണ്ടാവുന്നുണ്ട്. ഡിസയർ അതായത് നമ്മളിപ്പോ സാധാരണ കേസിൽ അത് പറയാൻ എന്താണെന്നറിയാമോ? അതായത് റിസോഴ്സുകൾ എല്ലായ്പ്പോഴും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതിന്റെ ബാക്കിലേക്ക് പോട്ടെ, റിസോഴ്സുകൾ എല്ലായ്പ്പോഴും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വഴിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ റീപ്രൊഡക്ഷൻ ജോമെട്രിക് പ്രൊപ്പോർഷനിലാണ് എന്നാണ് നമ്മൾ പറയാ. അതായത് ഒരു പ്രാവശ്യം ഒരു കുട്ടിയെ ഉണ്ടാവുന്നുള്ള ഓർഗാനിസം ആ അർത്ഥത്തിലായിരിക്കും ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതെന്തായിരിക്കും മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യും, കുറെ സീസണലി ഓരോ വർഷവും ഓരോ കുട്ടികളെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഡിസയർ ടു ഹാവ് മെനി ഓസ്പ്രിങ്, അതായത് റീപ്രൊഡക്ഷൻ ഇസ് അത് ഒരു സിംഗിൾ ഇവന്റ് ആയിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? Jessica, Susan, John, Terry, not always. What do you mean by not always? Here the point is every individual has a desire to have many offspring. അതായത് ഒരു റീപ്രൊഡക്ഷൻ ഇവന്റിലെ ചിലപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ദ നമ്പർ ഓഫ് റീപ്രൊഡക്ഷൻ ഇവന്റ് മേ ബി മോർ ദാൻ 1 or 2. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസ് തന്നെ എടുക്കുക. ഒരു കുട്ടിയാണ് ഒരു പ്രാവശ്യം ജനറലി ഉണ്ടാവാറുള്ളൂ. പക്ഷെ എത്ര പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യും? 3 or 4 പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഇതിൽ സോറി പറയാൻ എന്താ ഉള്ളത്? നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതല്ലേ. നിങ്ങൾക്ക് തെറ്റ് പറ്റുക ക്വൈറ്റ് നാച്ചുറൽ ആണ്. ചില സമയത്ത് ഞാൻ നേരത്തെ ഒരു പൊട്ടത്തരം മാർക്ക് ചെയ്ത് കണ്ടില്ലേ, അങ്ങനെ എല്ലാവർക്കും സംഭവിക്കും. സോ ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, എല്ലാ ഇൻഡിവിജ്വൽസും ജോമെട്രിക്കലി ആണ്. ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. റിസോഴ്സുകൾ അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് സാധാരണ കേസുകളിൽ എന്തെങ്കിലും ഒരു ഇൻക്രീസ് ഉണ്ടെങ്കിൽ ഇൻക്രീസ് ഉണ്ടാവുക. പക്ഷെ ഓസ്പ്രിങ്സ്, പോപ്പുലേഷന്റെ സൈസ് അല്ലെങ്കിൽ ഓസ്പ്രിങ്സ് ജോമെട്രിക് പ്രൊപ്പോർഷനിലാണ്, പ്രോഗ്രഷനിലാണ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ 2 വാക്കുകൾ അത് ഇവിടേക്ക് കൊണ്ടുവരാം. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഐഡിയയിലേക്ക് അല്ലെങ്കിൽ ഡാർവിന്റെ തിയറിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. റിസോഴ്സസ് ഓൾവേസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴേക്കും കുറെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും റിസോഴ്സുകൾ. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് അറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ലെവൽ, whereas the increase of the offsprings will follow the geometric progression. കേട്ടോ, അതാണ് അതിന്റെ ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ മോർ അപ്രോപ്രിയേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് 2, 3 and 4 ആണ്. Okay, fine. Can I move to the next question? Okay, I hope you understood it. Okay, 20 answer applicant പറഞ്ഞു തുടങ്ങി. Okay, 25D. Match the column with column 2 and select the correct option from the codes given below. Wallace, Malthus, Hardy, Weinberg law. See industrial melanism. വളരെ ഈസി ആണ് അല്ലേ, ക്ലിയർ ആണ്, ആരും മിസ്റ്റേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും സെയിം യുനാനിമസ്ലി. ഓക്കെ, ചാടി കയറി ഐറീൻ, ഗുഡ് ഇനീഷ്യേറ്റീവ്. 26ന്റെ ആൻസർ പറഞ്ഞു ഇപ്പോഴേക്കും. ഓക്കെ, 26B ആണെന്നാണ് ഐറീൻ പറയുന്നത്. കുറെ പേര് പറയുന്നുണ്ട്. ശ്രീദേവ്, അഞ്ജല, ഹിബ, ജസീക, സൂസൻ, ഷാരോൺ, സാന്റി. ഓക്കെ, കുറെ പേര് ഇപ്പൊ മിണ്ടാതിരിക്കുന്നുണ്ട്, മുങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. Okay, 1 second. Let me admit the student. Okay, fine. An interbreeding population of finches became separated geographically, forming 2 isolated groups of blah 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 blah. Which one of the following would determine whether they now formed 2 distinctive species? 2 distinctive species ആയിട്ട് മാറി എന്നുള്ളത് ജോഗ്രഫിക്കലി അതിന്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്. 26 കഴിഞ്ഞ് 27 ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ ഐ എം സ്റ്റിൽ അറ്റ് 26. Okay. They failed to reproduce fertile F1 hybrid. ഞാൻ പറഞ്ഞിരുന്നു fertile F1 hybrids അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ മസ്റ്റ് ബി ഫെർട്ടൈൽ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, 27. Ancient mammals enjoyed a release from competition when the dinosaurs became extinct. Should humans work to ensure that such releases from competition continue to occur for other species? Ancient mammals enjoy release from competition when the dinosaurs ഇല്ലാതെയായപ്പോഴാണ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, എ ആണ് യുനാനിമസ് ആയിട്ട്. 28B. ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ നിങ്ങൾ തമ്മിൽ, ആരാണ് ആദ്യം പറയാന്നുള്ളതാണോ നടക്കുന്നത്? ഓക്കെ, ശ്രീദേവ്
ഓക്കെ നോക്കാം 28. പക്ഷെ അതിൽ DBA എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ let us see 28. An Australian mole is actually a marsupial rather than a placental mammal like the North American or European mole. The two animals are similar in appearance because എന്തുകൊണ്ടാണ് ഇവരെ അതായത് ഇപ്പൊ ഒരു മോൾ, ആസ്ട്രേലിയയിൽ മോൾ ഉണ്ട്, മോൾ അല്ല കേട്ടോ, മോൾ കേട്ടോ. അതുപോലെ നോർത്ത് അമേരിക്കയിലുണ്ട്, യൂറോപ്പിലൊക്കെ സെയിം സാധനം. ഈ മോൾ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് എ മാമൽ ആണ്. അണ്ടർഗ്രൗണ്ട് ടണൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതെല്ലാവരും എന്താ പറയുന്നത്, മോളുകളാണ്. പക്ഷെ അമേരിക്കയിൽ കാണുന്നത് പ്ലാസന്റൽ ആണ്, ഓസ്ട്രേലിയയിൽ കാണുന്നത് മാർസൂപ്പിയൽ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ദ ടു അനിമൽസ് ആർ സിമിലർ ഇൻ അപ്പിയറൻസ് ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും അവർ സിമിലർ ഇൻ അപ്പിയറൻസ് വരുന്നത്, അപ്പിയറൻസ് സിമിലർ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് മാർസൂപ്പിയൽസ് ആൻഡ് പ്ലാസന്റൽ മാമൽസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ടാണ് അവർക്ക് സിമിലർ അപ്പിയറൻസ് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു എന്താ പറയുന്നത്, തെറ്റായിട്ടുള്ള ഒരു ആൻസർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ട്രേറ്റുകൾ ഒരേപോലെ വരണം എന്നുണ്ടെങ്കിൽ എന്താണ്, സെലക്ഷൻ പ്രഷർ സിമിലർ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ പോകുന്ന ഹാബിറ്റാറ്റ് ഏത് ഹാബിറ്റാറ്റിലാണോ ഉള്ളത്. അതായത് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കഥ പറഞ്ഞുതരാം, കഥയല്ല കാര്യമാണ്. അതായത് ഈ മാർസൂപ്പിയൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് മാർസൂപ്പിയൽ ആൻസെസ്റ്റർ ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോ, ഓസ്ട്രേലിയ ആയിട്ട് മാറിയപ്പോ അവിടെ ആ അണ്ടർഗ്രൗണ്ട് നിച്ച് വേക്കന്റ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ഈ മാർസൂപ്പിയൽസ് തമ്മിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ, എന്തുകൊണ്ടാണ് അവർ അഡാപ്റ്റീവ് റേഡിയേഷൻസ് നടത്തേണ്ടി വരുന്നത്? ഇപ്പൊ നമ്മളുടെ ആ ഫിഗറിൽ, ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഫിഗർ ഉണ്ടല്ലോ, ദർ ഈസ് എ കോമൺ മാർസൂപ്പിയൽ ആൻസെസ്റ്റർ ആൻഡ് അതർ ഇൻഡിവിജ്വൽസ്, ദേ ആർ സ്ലോലി മൂവിങ് ടു ഡിഫറെന്റ് ഹാബിറ്റാറ്റ്സ് ഓർ നിച്ചസ് അല്ലെ. അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ടാണ് അവർ വേക്കന്റ് നിച്ചുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ മോൾ എന്ന് പറയുന്ന സാധനം അത് അമേരിക്കയിലുള്ളതാണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ഇനി അല്ല ഓസ്ട്രേലിയൻ ആണെങ്കിലും അവർ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അണ്ടർഗ്രൗണ്ട് എവിടെയാണോ പോകുന്നത് അവിടുത്തെ ക്യാരക്ടേഴ്സ്, ആ അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള എൻവിറോൺമെന്റ് എന്താണോ, അവിടെയുള്ള സെലക്ഷൻ പ്രഷർ എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത് സെയിം ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഏത് കൊണ്ടുവരേണ്ടത്, നമ്മൾ അവിടെ പറഞ്ഞ കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരേണ്ടത്. കാരണം ഒന്ന് നോർത്ത് അമേരിക്കയിൽ നടക്കുന്നതാണ്, ഒന്ന് യൂറോപ്പിൽ നടക്കുന്നതാണ്, ഒന്ന് ഓസ്ട്രേലിയയിൽ നടക്കുന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാം മാമൽസ്, ഓസ്ട്രേലിയയിലെ മാർസൂപ്പിയൽ മാമൽസ് ആണ് എന്ന് മാത്രം, ബാക്കിയുള്ളവർക്ക് പ്ലാസന്റൽ മാമൽസ് ആണ്. പക്ഷെ അവിടെ ആ മാമൽസുകളുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ കാരണം സം സ്പീഷീസ് ദേ ആർ ഫോഴ്സ്ഡ് ടു മൂവ് ഇൻ ടു അണ്ടർഗ്രൗണ്ട് നിച്ചിലേക്ക് പോകാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയും ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ നിച്ചിലുള്ള സെലക്ഷൻ പ്രഷർ കാരണമാണ് അവർ സിമിലർ മോർഫോളജിക്കൽ ട്രേറ്റ്സ്, അവരുടെ പല്ലൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് ഇത്ര വലിയ പല്ലാണ്, ഹെയർലെസ് ബോഡിയാണ്, പിന്നെ കണ്ണില്ല, ഇതെല്ലാം സിമിലർ ഇൻ അപ്പിയറൻസ് വരുന്നു. അവരുടെ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഫിസിയോളജിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ ആ അണ്ടർഗ്രൗണ്ട് മോഡ് ഓഫ് ലിവിങ്ങിന് സ്യൂട്ടബിൾ ആകുന്ന മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അവര് നേടിയെടുക്കുന്നു. അതുകൊണ്ടാണ് അവർ സിമിലർ ആയിട്ട് ഇരിക്കുന്നത്. സിമിലർ ഇൻ അപ്പിയറൻസ് എന്നാ ചോദിച്ചത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് ഈസ് മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോളുകളുടെ അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അവർക്ക് ദേ ആർ ബ്ലൈൻഡ്. മാത്രമല്ല അവർക്ക് രണ്ട് നല്ല ഇൻസിസേഴ്സ്, ഇങ്ങനെ നല്ല നീളത്തിലുള്ള ഇൻസിസേഴ്സ് ഉണ്ട്. മാത്രമല്ല ഹെയർലെസ് ബോഡിയാണ്. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തുകൊണ്ട് വരുന്നു? മനസ്സിലാവുന്നുണ്ടോ? ഇത് കൺവെർജന്റ് എവല്യൂഷൻ കാരണമായിട്ട് വരുന്ന ഒരു ഇതാണ്. ഡിഫറെന്റ് കോണ്ടിനെന്റുകൾ സംഭവിക്കുന്നതാണെങ്കിൽ പോലും ആ നിച്ചുകളിലുള്ള സെലക്ഷൻ പ്രഷർ, ആ നിച്ചുകളിലേക്ക് അവർ പോകാൻ നിർബന്ധിതരായതുകൊണ്ട് അവിടെ ജീവിക്കുന്നതിന് ആവശ്യമായ ട്രേറ്റ്സ്, മോർഫോളജിക്കൽ ട്രേറ്റ്സ്, ഈവൻ ഫിസിയോളജിക്കൽ അനാട്ടമിക്കൽ ട്രേറ്റ്സ് ദേ ഡെവലപ്പ്. അതാണ് അതിന്റെ ആക്ച്വൽ റീസൺ. മനസ്സിലാവുന്നുണ്ടോ? അവർ ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ടല്ല. നമുക്ക് ക്ലോസ്ലി റിലേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് ലീനിയേജുകളാണ്. ഒന്ന് മാർസൂപ്പിയൽ ലീനിയേജ് ആണ്, മറ്റേത് പ്ലാസന്റൽ ലീനിയേജ് ആണ്. മാമൽസിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ എന്നാലും ക്ലോസ്ലി റിലേറ്റഡ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ഒരു കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയാ, ഇതിനേക്കാളും ബെറ്റർ റിലേഷൻഷിപ്പ് വേണ്ടതായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിലെ കീ കിടന്നത് എവിടെയാണ്? സിമിലർ ഇൻ അപ്പിയറൻസ്, മോർഫോളജിക്കൽ സിമിലർ ട്രേറ്റുകൾ അവരെ ഡെവലപ്പ് ചെയ്തത്. കേട്ടോ, ശ്രീദേവ് ചോദിക്കുന്നുണ്ട് ബി അല്ലേ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അവൻ ആദ്യം തന്നെ ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടോ, ബാക്കിയുള്ള കുട്ടികൾക്ക് ഇതിന്റെ മുകളിൽ ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിന്റെ മുകളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? എക്സ്പെക്ട് യുവർ വാല്യുബിൾ കമന്റ്സ്. ജെസിക സൂസൻ ബി, ഗൗതം വിഷ്ണു ബി, ഓക്കെ. ഷാരോൺ സാൻഡി സി, ഓക്കെ. അതെന്താ ഷാരോൺ, ഒരു വലിയൊരു ഓക്കെ ആണല്ലോ, വലിയൊരു ബോക്സ് ആയി പോയല്ലോ. കാര്യം പിടുത്തം കിട്ടിയോ? എന്താ ഉദ്ദേശിച്ചെന്ന് കാര്യം പിടുത്തം കിട്ടിയോ? വേറെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കമോൺ കമോൺ. അഞ്ജന KS, യെസ്. അറിയാതെ കുറെ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ഫൈൻ. ഓക്കെ, അബ്രാമി, ഓക്കെ ഓക്കെ. ഇപ്പൊ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായോ? എന്താണ് കീ പോയിന്റ് എന്നുള്ളത്? മോൾ അണ്ടർഗ്രൗണ്ട്. നിങ്ങൾക്ക് അറിയാമായിരുന്നു മോൾ അണ്ടർഗ്രൗണ്ടിലാണ് ജീവിക്കുക എന്നുള്ളത്? ടണൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ജീവിക്കുക എന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ആ ക്യാരക്ടേഴ്സ് വരാൻ കാരണം ആ മോഡ് ഓഫ് ലൈഫിലേക്ക്, സബ് ടെറേനിയൻ എന്നാണ് നമ്മൾ അതിനെ പറയാ. ബയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ് ടെറേനിയൻ മോഡ് ഓഫ് ലിവിങ് എന്നാണ് പറയാ. അപ്പൊ അവര് ആ നിച്ചിലേക്ക് പോയത് കൊണ്ടാണ് അവിടെയുള്ള സെലക്ഷൻ പ്രഷേഴ്സ്, അവിടെ മണ്ണൊക്കെ ഇങ്ങനെ കരണ്ട് മാന്തണം. അത് ആസ്ട്രേലിയയിലുള്ള മോളാണെങ്കിലും അമേരിക്കയിലുള്ള മോളാണെങ്കിലും ഇംഗ്ലണ്ടിലുള്ള മോളാണെങ്കിലും എന്താണ്, അവർക്ക് മണ്ണ് കരണ്ട് മാന്തണം കൊണ്ട് അവർക്ക് ദേ ഓൾ ഡെവലപ്പ് ദ സെയിം കൈൻഡ് ഓഫ് ഇൻസിസേഴ്സ്. പോസ് ഒക്കെ അവർക്ക് ഒരേപോലത്തെ വരും. അതിന്റെ ഉള്ളിലാണ്. അപ്പൊ അവർക്ക് അവിടെ ഇരുട്ടാണ് മണ്ണിന്റെ ഉള്ളിൽ. അപ്പൊ ആർക്കും കണ്ണിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും കണ്ണില്ലാതെ ഓൾ ഓഫ് ദം ബിക്കം ബ്ലൈൻഡ്. അല്ലേ? So the same kind of selection pressure. You got the idea, I think. Okay, fine. Can I move to the next question? Okay, 29A. Okay, I appreciate. Okay, 20. Yeah, if the Neanderthals are not the direct ancestors of human, is it still possible for humans and Neanderthals to be related? Yes, of course. അത് പോസിബിൾ ആണ്. കാരണം എല്ലാവരും ape like ancestors നിന്ന് വന്നതാണ്, അല്ലെ? റിലേറ്റഡ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, അല്ലോപാട്രിക് പോപ്പുലേഷൻ. ഞാനിപ്പോ പറഞ്ഞതുള്ളൂ അല്ലോപാട്രിക് എന്താണ് എന്ന് പറഞ്ഞതുള്ളൂ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു നോ യുവർ റെസ്പോൺസസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 30A. Okay. In widely separated geographical area, allopatry, allo different, patry area, space, ദേശം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? ഫൈൻ. ഓക്കെ. Hardy-Weinberg equilibrium is known to be affected by gene flow, genetic drift, mutation, genetic recombination, and the natural selection. Of course. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ? ഡി, നൺ ഓഫ് ദിസ്. 33. Which of the following statement is correct but about the characteristics of protobiotes? ഇനി ഇത്ര ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. 33 മുതലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അതിന്റെ ഓപ്ഷൻസ് പറഞ്ഞു 5 മിനിറ്റില്. കാരണം we have to complete it. അടുത്ത ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഓപ്ഷൻസ് മാത്രം പറഞ്ഞു പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. 38 ക്വസ്റ്റ്യൻ. Sharon, 33 question. 33. Which of the following statement is correct about the characteristics of protobiotes, conservates, and microspheres as an envisaged in the abiogenic origin of life? They were able to reproduce. They could. Which of the following statement is correct? Correct na choichirikkune. They could separate the combinations of molecules from the surroundings. They were partially isolated from the surroundings. They could maintain an internal environment absolutely. അതായത് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് they were able to reproduce എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കോസർവേറ്റ്സിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അവർക്ക് എല്ലാവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഓഫ് കോഴ്സ് മൈക്രോസ്ഫിയേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ഇറ്റ് ഈസ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് they could separate the combinations of molecules from the surroundings. അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, കേട്ടോ. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതിന്റെ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് they were partially isolated from the surroundings എന്നുള്ളതാണ്. കാരണം എന്താണ്? ചിലതിന് വാട്ടർ ഫിലിം ആണ് ഉണ്ടായിരുന്നത്,
ചിലതിന് ലിപ്പിഡ് മെംബ്രെയിൻ ആണ് ഉണ്ടായിരുന്നത് അല്ലെ. പക്ഷെ അതൊക്കെ എന്താണ്, സെമി പെർമിയബിൾ ആയിരുന്നു. പലതും പല മെംബ്രെയിൻ, ലിപ്പിഡിന്റെ മെംബ്രെയിനും വാട്ടർ മെംബ്രെയിനും ഒക്കെ സെമി പെർമിയബിൾ ആയിരുന്നു. അതുകൊണ്ട് എന്താണ്, പല മോളിക്യൂൾസും ഉള്ളിലേക്ക് വരികയും പല മോളിക്യൂൾസും പുറത്തേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ്, they could maintain an internal environment absolutely എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് 2ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് 1ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ റോങ്ങും 2ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റും ആണ്. 3ാമത്തെ ക്വസ്റ്റ്യനിലെ ഡൗട്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയോ ഷാരോൺ? ഷാരോൺ ഐ വാണ്ട് ഷാരോണിന്റെ റെസ്പോൺസ്. ഓക്കെ ഷാരോൺ, ക്ലിയർ ആണല്ലോ? ഞാനിത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കുറെയൊക്കെ കേട്ടോ. ബാക്കി ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് ക്ലിയർ. ഐ എം മൂവിങ് ടു ക്വസ്റ്റ്യൻ. ഇത് ചീള് ക്വസ്റ്റ്യൻ ആണ്, ഫോസൽസിനെ പറ്റിയിട്ടുള്ളതാണ്. ചൂസ് ദ ഹോമോലോഗസ് ഓർഗൻസ് ചെയ്തൂടെ? എല്ലാം ഹോമോലോഗസ് ആണ്. നിങ്ങൾ അടുത്തത് ക്വസ്റ്റ്യൻ, അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് കളർ മാറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. സെപ്പറേറ്റ് ദ ഫോളോയിങ് ഇൻ ടു ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ഇതൊക്കെ ചീള് അല്ലേ, സിമ്പിൾ അല്ലേ? ഹോമോലോഗസ് അനലോഗസും. ഓക്കെ, ബി 37. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്? ഇതിന്റെ ആൻസർ അറിഞ്ഞൂടെ? പറഞ്ഞു ചെയ്യട്ടെ? ഓക്കെ, ഡി. ഓക്കെ, ഡി. ഓക്കെ, 38th ക്വസ്റ്റ്യൻ ആണ് പിന്നെ ചോദിച്ചത്. നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ലോ ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് വാസ് ഗിവൺ ബൈ വോൺ ബെയർ. റീക്യാപിറ്റുലേഷൻ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ Ernst Haeckel's theory states that ontogeny recapitulates phylogeny. Haeckel theory and biogenetic law were proposed by the same person. The correct combination is. Correct combination ഇതിലെ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. എന്താണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഡൗട്ട് വന്നത്? ഈ 38ന്റെ ഓപ്ഷൻ ആണോ നിങ്ങൾ ഡി എന്ന് എഴുതുന്നത്? ഇതിൽ എന്തുകൊണ്ടാണ്, ആരാണ് എന്നോട് 38 എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്? ചോദിക്കട്ടെ. ഷാരോണിന് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നത്? ഏത് സ്റ്റേറ്റ്മെന്റിലാണ് ഡൗട്ട് വന്നത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഏത് സ്റ്റേറ്റ്മെന്റിലാ ഷാരോൺ? മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അവർ ഡിയോ എന്തിൽ വേണമെങ്കിൽ നിന്നോട്ടെ, പക്ഷെ അത് ഷാരോൺ മൈൻഡ് ചെയ്യണ്ട. Then what about the first statement? I would like to know your idea about the first statement. Law of embryonic development was given by von Baer. Do you know that who gave the theory, law of embryonic development? Law of embryonic development. No. Okay. Actually, ഞാൻ ചോദിക്കാം, അഞ്ജന, you know what do you mean by, what is the actual idea of the law of embryonic development? Do you know anything about it? Anjana, I am asking to Anjana. അഞ്ജന മിണ്ടുന്നില്ലല്ലോ, കുട്ടി മിണ്ടാതെയായോ? അഞ്ജനേ, ജസീക, ശ്രീദേവേ, ആരെയൊക്കെ എന്തിലൊന്നും പറയടാ. ലോ ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. നിങ്ങൾ എന്നെ പറ്റിക്കല്ലോ, നിങ്ങൾ ഈ ഓപ്ഷൻ പറഞ്ഞു പോകുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ പറയുമ്പോൾ ഞാൻ അതിങ്ങനെ വിട്ടുപോകുന്നത്. ലോ ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് തന്നിട്ടുള്ളത് കാൾ വോൺ ബെയർ തന്നെയാണ്. 4 സ്റ്റേറ്റ്മെന്റുകളുള്ള ഒരു തിയറിയാണ് അത് കേട്ടോ. അതിൽ ഞാൻ വേണമെങ്കിൽ പറയാം, the more general characters of a large group appears earlier in the embryo than more specific characters. General characters ആണ് ആദ്യം വരുന്നത് സ്പെസിഫിക് ക്യാരക്ടേഴ്സിനേക്കാളും എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു തിയറിയാണ് അത്. 4 സ്റ്റേറ്റ്മെന്റുകളുള്ള ഒരു തിയറി, അത് പ്രപ്പോസ് ചെയ്തത് വോൺ ബെയർ തന്നെയാണ്. പിന്നെ റീക്യാപിറ്റുലേഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഹെക്കൽ. അത് കറക്റ്റ് ആണ്. റീക്യാപിറ്റുലേഷൻ, ഓണ്ടോജനി, റീക്യാപിറ്റുലേറ്റ്, ഫൈലോജനി, അതിൽ തന്നെ റീക്യാപിറ്റുലേറ്റ് എന്ന വേർഡ് ഉണ്ട്. അപ്പൊ ഹെക്കൽ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഓണ്ടോജനി റിപ്പീറ്റ്സ് ഓർ റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി. റിപ്പീറ്റ് എന്ന് പറഞ്ഞാലും റീക്യാപിറ്റുലേറ്റ് എന്ന് പറഞ്ഞാലും സെയിം സിനോണിംസ് ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ്. അതുകൊണ്ട് അതിൽ തെറ്റില്ല. ഹെക്കൽ തിയറി ആൻഡ് ബയോജനറ്റിക് ലോ. ഈ ഹെക്കൽ തിയറിക്ക് പറയുന്ന വേറൊരു പേരാണ് ബയോജനറ്റിക് ലോ എന്നുള്ളത്. ഹെക്കൽ തിയറി എന്ന് പറഞ്ഞാലും ഓണ്ടോജനി റിപ്പീറ്റ്സ് ഫൈലോജനി എന്ന് പറഞ്ഞാലും ബയോജനറ്റിക് ലോ എന്ന് പറഞ്ഞാലും സെയിം സാധനമാണ്. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. എംബ്രിയോണിക് എവല്യൂഷൻ തിയറി, എംബ്രിയോണിക് എവല്യൂഷണറി ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. ബയോജനറ്റിക് ലോ എന്ന് പറഞ്ഞാലും ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിന് ബയോജനറ്റിക് ലോ എന്നാണ് പേരുണ്ടായിരുന്നത്.
അതിന് ഹെക്കൽ തിയറി എന്ന് പറഞ്ഞാലും ബയോജനറ്റിക് തിയറി എന്ന് പറഞ്ഞാലും ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി എന്ന് പറഞ്ഞാലും സെയിം സാധനമാണ് പ്രപ്പോസ്ഡ് ബൈ ഹെക്കൽ. കേട്ടോ, അപ്പൊ അതാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ ഓഫ് എവല്യൂഷൻ എല്ലാം, പിന്നെ ലാമാർക്ക് കൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡിസ്കാർഡഡ് ആരാണ് എന്നുള്ളത്. കേട്ടോ, മ്യൂട്ടേഷണൽ തിയറി, തിയറി ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ജേർം പ്ലാസം. ഓക്കെ, ശരി. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇതിൽ ഡൗട്ട്സ് ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് ഞാൻ മൂവ് ചെയ്യാം. എന്താണ് ഇത് വർക്ക്? ഒരു മിനിറ്റ് കേട്ടോ. കുഴപ്പമില്ല. ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ലെറ്റ് മീ സ്റ്റാർട്ട് ദ നെക്സ്റ്റ്. ഓക്കെ, മിനിറ്റ്, ജസ്റ്റ് ഹോൾഡ് ഓൺ. അടുത്ത ടെക്സ്റ്റ് ഒക്കെ എടുത്തോ? നിങ്ങളുടെ മൊഡ്യൂളൊക്കെ എടുത്തോളൂ. മൊഡ്യൂളൊക്കെ എടുത്തോളൂ കേട്ടോ. കാണുന്നില്ലേ? ഓക്കെ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ളതാണ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൂട്ടത്തില് ഇക്കോസിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടി ഉണ്ട്. അത് എന്തായാലും ഒന്നും എടുത്ത് തീരില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ ഒരു ടൈം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? നിങ്ങൾക്ക് അറിയാമോ എത്ര പേർക്ക് ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ടാണ്? ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ട്? ഇത് വളരെ സ്റ്റോറി പറയുന്ന പോലെ പറയുന്ന സാധാരണ നമ്മൾ പറയാറ്. ഈ എവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചാറ്റിൽ എന്താണ്? സ്മാർട്ട് ബോർഡ് ആണോ സർ? സർ കൻ എക്സ്പ്ലെയിൻ. ഐറിൻ പാരലൽ എവല്യൂഷൻ. ഐറിൻ എന്താ? പാരലൽ എവല്യൂഷൻ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ അതിപ്പോ കാണിച്ചു തരാം എന്താണ് പാരലൽ എവല്യൂഷൻ എന്നുള്ളത്. ഞാൻ അതിന്റെ സ്ലൈഡ്സ് ഒന്ന് എടുത്തോട്ടെ. കറക്റ്റ് എക്സാക്ട് പൊസിഷൻ എത്തിയതിനു ശേഷം ഷെയർ. Okay, parallel evolution. പാരലൽ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു പിരമിഡ് ഒക്കെ നമുക്ക് ഇപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറോ? അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇക്കോളജിക്കൽ പിരമിഡ് അല്ലേ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാം. സ്മാർട്ട് ബോർഡ് അല്ല, നമ്മളുടെ സാധാരണ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ തന്നെ. ഓക്കെ, കുഴപ്പമില്ല. പാരലൽ എവല്യൂഷൻ ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇപ്പൊ ഡൈവർജന്റ് എവല്യൂഷൻ ഈ ഫിഗറിൽ കർസർ ഉള്ള സ്ഥലത്ത് നോക്കിയാൽ മതി കേട്ടോ. ഡൈവർജന്റ് എവല്യൂഷനിൽ എന്താ നമ്മൾ പറഞ്ഞ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന്, അതായത് എ എന്ന് പറയുന്ന കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് അത് എസ് ആയിട്ട് മാറുന്നു, ടി ആയിട്ട് മാറുന്നു, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലെ.
കൺവർജന്റ് എവല്യൂഷൻ ഇപ്പുറത്ത് കിടക്കുന്നതെന്ന് നോക്കൂ. രണ്ട് ഡിഫറെന്റ് സ്പീഷീസ്, എക്കും ടിക്കും തമ്മിൽ ഒരു ബന്ധമില്ല. ഒരാൾ എ ആണ്, അടുത്ത ആള് ടി ആണ്, അല്ലെ? ഇവര് രണ്ടുപേരും കോമൺ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവർജന്റ് എവല്യൂഷൻ. ഇത് രണ്ടും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ഡൈവർജന്റ് എവല്യൂഷനും കൺവർജന്റ് എവല്യൂഷനും. ഒരേ ആൻസസ്റ്റർ രണ്ടെണ്ണം, രണ്ട് സ്പീഷീസുകളായിട്ട്, എസ് എന്ന് പറയുന്ന സ്പീഷീസും ടി എന്ന് പറയുന്ന സ്പീഷീസും ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് മാറുന്ന അതിനെയാണ് നമ്മൾ ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞത്. കൺവർജന്റ് എവല്യൂഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ്, എ എന്ന് പറയുന്ന സ്പീഷീസും ടി എന്ന് പറയുന്ന സ്പീഷീസും സിമിലർ ട്രേറ്റുകൾ, ഒരേപോലെയുള്ള സ്പീഷീസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ട്രേറ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കൺവർജന്റ് എന്ന് പറഞ്ഞത്. പക്ഷെ പാരലൽ എന്താണ്? പാരലൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടുത്തെ ആൻസസ്റ്റർ എ എന്ന് പറയുന്ന ആൻസസ്റ്ററും അയാളോട് സിമിലർ, വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ആൻസസ്റ്ററും, അതാണ് എ ഡാഷ് അല്ലെങ്കിൽ എ സ്റ്റാർ എന്ന് ഞാൻ ഇട്ടത്. ഇവർ രണ്ടുപേരും എന്താണ്? വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൻസസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പീഷീസുകളാണ്. അവര് ഒരേപോലെയുള്ള ട്രേറ്റുകൾ ഡെവലപ്പ് ചെയ്യാം. കണ്ടാൽ നമുക്ക് ഏതുപോലെ തോന്നും? കൺവർജന്റ് എവല്യൂഷൻ പോലെ തോന്നും. പക്ഷെ അത് കൺവർജന്റ് എവല്യൂഷൻ അല്ല. കൺവർജന്റ് എവല്യൂഷൻ ആകണമെങ്കിൽ ഈ എയും ടിയും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കണം. ആൻസസ്റ്റേഴ്സ് തമ്മിൽ ബന്ധം ഉണ്ടാവാൻ പാടില്ല, കോമൺ ആൻസസ്ട്രി ഉണ്ടാവാൻ പാടില്ല. ഇവിടെയോ? ഇവിടെ കോമൺ ആൻസസ്ട്രി അല്ല ഉള്ളത് പാരലൽ എവല്യൂഷനിൽ. പക്ഷെ ആൻസസ്റ്റേഴ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ദേ മൂവ്ഡ് ടു ഡിഫറെന്റ് ഹാബിറ്റാറ്റ് വേർ ദ സെലക്ഷൻ പ്രഷർ ഈസ് ദ സെയിം. ഞാൻ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അതുപോലെ ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ ആൻസസ്റ്റർ, സെയിം ആൻസസ്റ്റർ. എസ് ഉണ്ടായതും എയിൽ നിന്നാണ്, ടി ഉണ്ടായതും എയിൽ നിന്നാണ്. സോ കോമൺ ആൻസസ്ട്രി, ദാറ്റ് ഈസ് ഡൈവർജന്റ് എവല്യൂഷൻ. ഡിഫറെന്റ് ആൻസസ്റ്റർ, കൺവർജന്റ് എവല്യൂഷൻ. ക്ലോസ്ലി റിലേറ്റഡ് ആൻസസ്റ്റർ ഫോമിംഗ് ദ സെയിം ക്യാരക്ടർ, ദാറ്റ് ഈസ് ദ പാരലൽ എവല്യൂഷൻ. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ആൻഡ് പ്ലാസന്റൽ മാർസൂപ്പിയൽസ് പാരലൽ എന്താ ചോദിക്കുന്നത്? പാരലൽ എവല്യൂഷൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രീദേവേ. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും പ്ലാസന്റൽ മാർസൂപ്പിയൽസ് അവർ അതെ 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 കേട്ടോ. പാരലൽ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ലേക്ക്, പേര് ടങ്കനായിക്ക എന്നൊക്കെയാണ്, നമ്മുടെ നാട്ടിലുള്ളതല്ല. കണ്ടോ, ഇത് ഒരു ലേക്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ കർസർ കാണിക്കുന്നത് എന്താണ്? ഒരു ലേക്കിൽ കാണുന്ന ഫിഷുകളാണ്. നോക്കി നോക്കൂ, ലേക്ക് മലാവി എന്ന് പറയുന്ന ഈ സ്പീഷീസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നോക്കൂ. ഇത് വേറെ ഒരു ലേക്കിലുള്ളതാണ്. പക്ഷെ ഈ മെമ്പേഴ്സ് എല്ലാം ഏതാണ്ട് ഒരേപോലെയുള്ള ട്രേറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. കാരണം ഇത് രണ്ടുപേരുടെയും ആൻസസ്റ്റർ സെയിം ആയിരുന്നു. ഈ മഞ്ഞ കളറിലുള്ള ഫിഷിന്റെ ആൻസസ്റ്റർ സെയിം ആയിരുന്നു. ബൈ ചാൻസ് അതെന്തായി? രണ്ട് സെയിം എന്ന് പറഞ്ഞാൽ സിമിലർ ആയിരുന്നു. അത് രണ്ട് എൻവറോൺമെന്റുകളിലേക്ക് എത്തിപ്പെട്ടു പോയി. സിമിലർ ആയിരുന്ന ആൻസസ്റ്റേഴ്സ് രണ്ട് ലേക്കുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. പക്ഷെ ബൈ ചാൻസ് ആ ലേക്കുകളിലുള്ള സെലക്ഷൻ പ്രഷർ സെയിം ആയതുകൊണ്ട് അവർ ഒരേപോലെയുള്ള ട്രേറ്റ് ഡെവലപ്പ് ചെയ്തു. കേട്ടോ, ടാസ്മാനിയൻ വൂൾഫ്, ഇതാണ് ടാസ്മാനിയൻ വൂൾഫ്. ഓക്കെ, ടാസ്മാനിയൻ വൂൾഫ് എന്ന് പറയുന്നത് ആക്ച്വലി അഡാപ്റ്റീവ് കൺവെർജൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓസ്ട്രേലിയൻ വൂൾഫ്, ദിസ് ഇസ് കാനിസ് ലൂപ്പസ് ഡിംഗോ. ഇതാണ് മാർസൂപ്പിയൽ വൂൾഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ടാസ്മാനിയൻ വൂൾഫും യൂറോപ്യൻ വൂൾഫും. ടാസ്മാനിയൻ വൂൾഫ് എന്ന് പറയുന്ന സാധനം ഇതാണ്, തൈലക്കൈൻ, മാർസൂപ്പിയൽ വൂൾഫ്. ഈ ഓസ്ട്രേലിയൻ വൂൾഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ തൈലക്കൈൻ ആക്ച്വലി എന്തായിട്ടുണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആണ്. ഇന്ന് അതിന്റെ ലിവിങ് ഫോംസ് നമുക്ക് അവൈലബിൾ അല്ല. ആ നിച്ചിലേക്ക് വന്ന ആളാണ് ഓസ്ട്രേലിയൻ വൂൾഫ്, കാനിസ് ലൂപ്പസ് ഡിംഗോ. ഡിംഗോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ നായയെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാല്. കേട്ടോ, ഇത് ഈ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതായത് എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചുതരാം. ഇതാ, അതെവിടെ? ടെക്സ്റ്റിലെ ചിത്രം ഇതിലില്ല. ഒരു മിനിറ്റ്, ഇതിലില്ല തോന്നുന്നുണ്ട് ടെക്സ്റ്റിലെ ചിത്രം. ആ കോളത്തിൽ തന്നിട്ടില്ലേ? ഇത് തന്നെ ടെക്സ്റ്റിലെ ചിത്രം. പക്ഷെ ഞാൻ വേറെ രീതിയിൽ അത് ഡെപിക്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. കണ്ടോ, മാർസൂപ്പിയൽ മോളും പ്ലാസന്റൽ മാമൽസിലെ മോളും രണ്ട് അതിന്റെ ബ്ലൈൻഡ് ആണ്. അവരുടെ കൈയും അവരുടെ പല്ലും ഒക്കെയാണ് ഏതാണ്ട് ഒരേപോലെയുള്ളത്. ഇത് ആക്ച്വലി എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരൊറ്റ സെക്കൻഡ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് കൺവെർജന്റ് എവല്യൂഷൻ ആണ്, അഡാപ്റ്റീവ് റേഡിയേഷൻ. അതായത് ഓസ്ട്രേലിയൻ മാർസൂപ്യൂൾസ് എന്നുള്ള ഇത് ഇങ്ങനെ എടുക്കാന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കുക കേട്ടോ, മാർക്ക്
പോവാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇത് ഇങ്ങനെ എടുക്കാന്ന് വിചാരിക്കുക. അതായത് മാർസൂപ്പിയൽ മോൾ, നംബാറ്റ് ഈറ്റർ, മാർസൂപ്പിയൽ മൗസ്, സ്പോട്ടഡ് കാക്ടർ, കാസ്കസ്, ഫ്ലൈയിങ് ഫെലാഞ്ചർ, ടാസ്മാനിയൻ ടൈഗർ ഈറ്റർ, ടാസ്മാനിയൻ വോൾഫ്. ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് എന്താണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. കേട്ടോ? ഓക്കെ, അഡാപ്റ്റീവ് കൺവെർജൻസ് ആണ് ഇത് വോൾഫ് ആൻഡ് ടാസ്മാനിയൻ വോൾഫ് എന്ന് പറയുന്ന അഡാപ്റ്റീവ് കൺവെർജൻസ് ആണ്. പിന്നെ എന്താ പറയുന്നത്? പാരലൽ എവല്യൂഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? ഒരു മിനിറ്റ് ചാറ്റ് എടുക്കട്ടെ. എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടോ? ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ഡിങ്കോ? ഡിങ്കോയും നോർമൽ ഡോഗും അത് മോർഫോളജിക്കലി അപ്പിയറൻസ്. അത് നമ്മുടെ നോർമൽ ഡിങ്കോ എന്ന് പറയുന്ന സാധനം എങ്ങനെയാ വന്നത്? ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കൊണ്ടുപോകുന്ന നായ കെട്ട് പൊട്ടിച്ച് അല്ലെങ്കിൽ ചങ്ങല പൊട്ടിച്ച് വൈൽഡിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അത് വൂൾഫിന്റെ ട്രേറ്റ്സ് തിരിച്ചെടുക്കുകയാണ്. ഈവൻ നമ്മുടെ നാട്ടിലുള്ള നായ്ക്കളും ആക്ച്വലി എന്താണ്? ആൻസസ്റ്റേഴ്സ് വൂൾഫ് തന്നെയാണ്. വൂൾഫിൽ നിന്നാണ് പിന്നീട് ഇന്നത്തെ നായ വരുന്നത്. അപ്പൊ നായ സ്വതന്ത്രമായി മാറുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? വൂൾഫിന്റെ ക്യാരക്ടേഴ്സ് മെല്ലെ മെല്ലെ അക്വയർ ചെയ്യും. മോർഫോളജിക്കലി ഇപ്പോഴൊക്കെ ഏതാണ്ട് സെയിം ആണ്, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടിയും ചേഞ്ച് ആയി വരും. ഞാൻ അതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ചില സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കേൾക്കുന്ന ഒരു ന്യൂസ് ആണ്, വളർത്തു നായ്ക്കള് ആട്ടിൻ കൂട്ടത്തിനെ ആക്രമിച്ചു അല്ലെങ്കിൽ ആടിനെ കടിച്ചു കൊന്നു. 4-5 നായ്ക്കൾ കൂടിയിട്ട് മനുഷ്യനെ കടിച്ചു, ആള് മരിച്ചു അല്ലെങ്കിൽ ഡേഞ്ചറസ്ലി ഡെഡ്ലി വൂണ്ടഡ്സ് ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതൊക്കെ ആ നായ്ക്കള് മെല്ലെ മെല്ലെ അവരുടെ ആൻസസ്ട്രൽ ട്രേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഹണ്ടിങ് എന്ന് പറയുന്ന ക്യാരക്ടർ അക്യുമുലേറ്റ് ചെയ്യാണ് അവരെ, അക്വയർ ചെയ്യാണ് അവരെ. യു ആർ ഗെറ്റിംഗ് വാട്ട് ഐ എം ടെല്ലിങ്? വുൾഫ് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുക? അവര് പാക്ക് ആയിട്ടാണ്, വുൾഫിനെ പറയാ പാക്ക്. അവര് അങ്ങനെയാണ് ഹണ്ട് ചെയ്യുക. നമ്മുടെ നാട്ടിലെ നായ്ക്കള്, ചാവാലിപ്പട്ടികൾ ഒറ്റയ്ക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന സാധനം മെല്ലെ സ്ട്രീറ്റ് ഡോഗ് അല്ലെങ്കിൽ സ്ട്രേ ഡോഗ് ആയിട്ട് മാറുന്നു. ആ സ്ട്രേ ഡോഗുകൾ ഒരു പാക്ക് ഫോം ചെയ്യുന്നു. അവർ മെല്ലെ 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 അവരുടെ ആൻസസ്ട്രൽ ട്രേറ്റ്സ് അക്വയർ ചെയ്യുക. അവർക്ക് ചിലപ്പോൾ എന്താണ്? തിരിച്ച് ചെന്നായായിട്ട് മാറാം. ചെന്നായായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് കാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ദേ കൻ ഈവൻ മീറ്റ് വിത്ത് ദ വോൾഫ് എന്നുള്ളതാണ്. പിന്നെ മോർഫോളജിയിലുള്ള ചില വ്യത്യാസങ്ങൾ, അതിന്റെ സൈസ്, നീളം കൂടുതൽ, വാലിന്റെ പോസ്ചർ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിങ്കോയും നായ്ക്കളെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കേട്ടോ? ഐ ഹോപ്പ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. മനസ്സിലായോ നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, സോ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിലേക്ക് ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിലേക്ക് പോവാം നമുക്ക് വീണ്ടും. ഓക്കെ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എവിടെ കിടക്കുന്നു? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക്. അപ്പൊ ഓർഗാനിസംസും പോപ്പുലേഷൻസും എന്ന് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏറ്റവും ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടി വരും അല്ലെ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷന്റെ ഡെഫിനിഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നതിലെ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെ? ഈ പോപ്പുലേഷന്റെ പ്രത്യേകത എന്താണ്? ദേ ഷുഡ് ലിവ് ഇൻ എ സെയിം ജോഗ്രഫിക്കൽ ഏരിയ അല്ലെ? സെയിം ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉണ്ടായിരിക്കണം. ഗ്രൂപ്പ് ഓഫ് സിമിലർ ഇൻഡിവിജ്വൽസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സിമിലർ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ അതൊരു പോപ്പുലേഷൻ ആവില്ല. അതിന് കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. അവരെ ദേ ഷുഡ് ലിവ് ഇൻ ദ സെയിം ജോഗ്രഫിക്കൽ ഏരിയ. സെയിം ജോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കണം. മാത്രമല്ല അവർ യൂസ് ഓർ ഷെയർ ഓർ കമ്പീറ്റ്. അവർ ഒന്നുമില്ലെങ്കിൽ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കമ്പീറ്റ് ചെയ്യണം. എന്തിന്? സെയിം റിസോഴ്സസ്. സെയിം റിസോഴ്സുകള്, സെയിം റിസോഴ്സസ്. അവർ ഒരേ റിസോഴ്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ അതിനു വേണ്ടി കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന സിമിലർ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. മാത്രമല്ല ദേ മസ്റ്റ് ഇൻബ്രീഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്രൊഡക്ഷൻ നടത്താൻ കെൽപ്പുള്ളവരായിരിക്കണം. അതിനുള്ള കപ്പാസിറ്റി അവർക്ക് ഉള്ളവരായിരിക്കണം. ഈ 3 പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. മിനിമം ഒരു പോപ്പുലേഷൻ ആകണം. സെക്ഷലി ആവാം. ഇൻബ്രീഡ് ചെയ്യുന്നത് ഒരു പക്ഷേ സെക്ഷലി ആകാം കേട്ടോ. എല്ലാവരും സെക്ഷലി ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താ പോപ്പുലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. അവരെന്ത് ചെയ്താൽ മതി? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്താൽ മതി. ക്ലോൺസ് ഉണ്ടാക്കിയാൽ മതി. Okay, I just would like to ask one question. ക്ലോൺസിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പേര് പറയും?
ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു നോ ദ ആൻസർ. ഇൻബ്രീഡ് ഈച്ച് അതർ. ഓക്കെ, ഇമ്രാൻ അമീർ അത് പറഞ്ഞു. ഇൻബ്രീഡ് ചെയ്യണം. ഇൻബ്രീഡ് ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. ഇൻബ്രീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എല്ലാവരും സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഇൻഡിവിജ്വൽസ് ഓൾസോ കൺസ്റ്റിറ്റ്യൂട്ട് എ പോപ്പുലേഷൻ. അല്ലടാ, ഞാൻ ജസീക്ക, ഞാൻ ചോദിച്ചത് ക്ലോൺ. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോൺ എന്ന് പറയും. ക്ലോൺ എന്ന് പറഞ്ഞാൽ എഗൈൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ എന്ത് പറയും? റെമറ്റ്സ്. ഓക്കെ ഷാരോൺ, റെമറ്റ്സ്. ക്ലിയർ. ഓക്കെ, റെമറ്റ്സ്. ഓക്കെ, അറിയാത്ത ആൾക്കാർ ഒന്നും കൂടി മനസ്സിലാക്കിക്കോ. പോപ്പുലേഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ഓർഗാനിസംസും പോപ്പുലേഷനും എന്താണ് എന്ന് ഇപ്പൊ ക്ലിയർ ആണ് അല്ലെ. ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ലിവിങ് ടുഗദർ അറ്റ് സെയിം ജോഗ്രഫിക്കൽ ഏരിയ where they can share or compete for the same resources and potential for inbreeding. Okay, that is population. Okay, അപ്പൊ അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഓർഗാനിസംസും പോപ്പുലേഷനും മാത്രമല്ല ഉള്ളത്. നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് ഒരു ഇക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഏരിയയുടെ അടിയിലാണ് അല്ലെ. ഇക്കോളജി എന്നാണ് പറയുക, സ്റ്റഡി അല്ലെ. ഇക്കോളജി എന്ന് പറയുന്നതാണ്. ഈ ഇക്കോളജി എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ നമ്മൾ പറയുന്നതാണ് ഓർഗാനിസംസ് എന്നുള്ളത്. ഓർഗാനിസംസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് പോപ്പുലേഷൻസ് ആണ്. ഇത് രണ്ടും നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ സ്പീഷീസിന്റെ ആയിരിക്കും. ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്പീഷീസിന്റെ ആയിരിക്കും. പക്ഷേ ആ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലെ ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ കോച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡോമിനേറ്റഡ് ബൈ ദ ഹ്യൂമൻ ബീയിങ്സ് ആണ്. പക്ഷെ ഹ്യൂമൻ ബീയിങ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ തന്നെ ചുമരിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ പല്ലികളെ കാണാം അല്ലെ. കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ കോക്രോച്ചസിനെ കാണാം. ചിലപ്പോൾ റാറ്റ്സ് ഉണ്ടാവാം രാത്രി അല്ലെ. പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ ദ സെയിം ജോഗ്രഫിക്കൽ ഏരിയ can be inhabited by multiple number of the species എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ കുറെ സ്പീഷീസുകളുണ്ട്. they are living together. അങ്ങനെ different kinds of population അല്ലെങ്കിൽ n number of population living at a particular geographical area is known as dash. പറഞ്ഞ ആൻസർ എന്താണ്? ബയോട്ടിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. കൃഷ്ണേന്ദു ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കേട്ടോ. ഓക്കെ കൃഷ്ണേന്ദു, വെൽ ഡൺ. ഇറ്റ് ഈസ് ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഐ എം സിംപ്ലി റൈറ്റിംഗ് കമ്മ്യൂണിറ്റി. ഓക്കെ, കമ്മ്യൂണിറ്റി ഈസ് നോൺ ആസ് ദ ബയോളജിക്കൽ കോമ്പണന്റ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ബയോളജിക്കൽ കോമ്പണന്റിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ബയോളജിക്കൽ കോമ്പണന്റ് BC ഓഫ് ദ ഇക്കോസിസ്റ്റം. കാരണം ഈ കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിലെ എബയോട്ടിക് ഫാക്ടേഴ്സും ചേരുക എന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു പോവാണ്. എബയോട്ടിക് ഫാക്ടേഴ്സ്, അതായത് ഇപ്പൊ നമ്മൾ നോക്കും, നമ്മൾ പറഞ്ഞു ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. കോച്ച് ഇന്ത്യയിൽ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, കോക്രോച്ചസ് ഉണ്ട്, റാറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഓൾസോ ഇവിടെ എന്തും കൂടി ഉണ്ട്. എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ. ദാറ്റ് ഓൾ കൺസ്റ്റിറ്റ്യൂട്ട് ദ എബയോട്ടിക് കോമ്പണന്റ് ഓഫ് കോച്ച് ഇന്ത്യ, റൈറ്റ്? അപ്പൊ ഈ എബയോട്ടിക് കോമ്പണന്റുകളും ഇവിടുത്തെ ബയോട്ടിക് കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയും ടുഗദർ ഫോം ദ ഇക്കോസിസ്റ്റം. ഓക്കെ, ഇക്കോസിസ്റ്റം. അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? ഏറ്റവും താഴെ ഓർഗാനിസംസ് വരുന്നു, ഓർഗാനിസംസ് കൂടി ചേർന്ന് പോപ്പുലേഷൻസ് വരുന്നു, പോപ്പുലേഷൻസ് കൂടി ചേർന്ന് കമ്മ്യൂണിറ്റി വരുന്നു, കമ്മ്യൂണിറ്റി അതിന്റെ കൂട്ടത്തിലെ എബയോട്ടിക് കോമ്പണൻസും കൂടി ചേരുമ്പോൾ ഇക്കോസിസ്റ്റം വരുന്നു. കുറെ ഇക്കോസിസ്റ്റംസ് കൂടി ചേരുമ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ്, പോണ്ട് ഇക്കോസിസ്റ്റം, പിന്നെ ഡെസർട്ട് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫോംസ്, പോണ്ട് ഇക്കോസിസ്റ്റം, അഗ്രികൾച്ചർ ഫോംസ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം, റിവർ ഇക്കോസിസ്റ്റം, ഇങ്ങനെയൊക്കെ കൂടി ചേരുന്ന സമയത്ത് ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കിട്ടും. ലാൻഡ്സ്കേപ്പ് എന്നാണ് നമ്മൾ പറയാ. ലാൻഡ്സ്കേപ്പ് നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചേർക്കാം. ലാൻഡ്സ്കേപ്പുകൾ കൂടി ചേർന്ന ലാർജ് ഏരിയ നമുക്ക് കിട്ടും, ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. ഇറ്റ് ഈസ് നോൺ ആസ് ദ ബയോം. വെരി ഇമ്പോർട്ടൻറ്റ്, you have to thorough with the concept of ബയോം കേട്ടോ. ബയോമുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബയോസ്ഫിയർ.
ഓക്കെ. സോ ഇവിടെ എന്താണ്, ചെറിയ യൂണിറ്റുകളും കിട്ടുന്നുണ്ട്, അത് കൂടി ചേർന്ന് വലിയ യൂണിറ്റ്, അതിനേക്കാളും വലിയ യൂണിറ്റ്, അതിനേക്കാളും വലിയ യൂണിറ്റ്, അതിനേക്കാളും വലിയ യൂണിറ്റ്, അതിനേക്കാളും വലിയ യൂണിറ്റ്, ഹിയർ ദ ഏറ്റവും വലിയ യൂണിറ്റ് അല്ലെ. സോ ഹിയർ ഈസ് എ ഹയറാർക്കി അല്ലെ. ചെറുതിൽ നിന്ന് വലിയ ഇതിലേക്കുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. ഏറ്റവും വലുത് ബയോസ്ഫിയറും ഏറ്റവും ചെറുത് ഓർഗാനിസം. ആൻഡ് ദിസ് ഹയറാർക്കി ഈസ് നോൺ ആസ് ദ ഇക്കോളജിക്കൽ ഹയറാർക്കി. ഓക്കെ, ഇക്കോളജിക്കൽ ഹയറാർക്കി. നമ്മൾ ഇക്കോളജി 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇക്കോളജി എന്നുള്ളത് കൊണ്ട് വാട്ട് ഡു യു മീൻ ബൈ ഇക്കോളജി? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? നമുക്ക് 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്, 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. comes under the broad term of ecology. And what do we mean by ecology? Study of ecosystem. സ്റ്റഡി ഓഫ് ഇക്കോസിസ്റ്റം. അപ്പൊ ലാൻഡ്സ്കേപ്പും ബയോമും ബയോസ്ഫിയർ ഒക്കെ എവിടെ പോയി, പോപ്പുലേഷൻ എവിടെ പോയി, ഓർഗാനിസംസ് എവിടെ? ഇമ്രാൻ പറയുന്നുണ്ട് കേട്ടോ, ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസംസ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഓർഗൻസ് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ഓർഗാനിസംസ്, ഇന്ററാക്ഷൻ എമംഗ് ഓർഗാനിസംസ്. ഇന്ററാക്ഷൻസ് എമംഗ് ഓർഗാനിസംസ് മാത്രല്ല, വേറെ and their environment, interaction among organisms and their environment. അത് ജിസ്ലി തന്നെ. ഓക്കെ, അഞ്ജല ഷെറിൻ. ഓക്കെ, ഇതാണ് ഇക്കോളജി എന്ന് പറയുന്നതിൽ വരുന്നത്. ഓർഗാനിസംസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ ഇനിയിപ്പോ അത് കാണാൻ പോകും. കമൻസാലിസം, അമൻസാലിസം എന്നൊക്കെ പറഞ്ഞ കുറെ ഇന്ററാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ കൂട്ടത്തില് ആ ഓർഗാനിസംസും അവരുടെ ഫിസിക്കൽ എൻവിറോൺമെന്റ്, ദാറ്റ് ഈസ് ദ എബയോട്ടിക് കോമ്പണന്റ്, അതുമായിട്ടുള്ള ഇന്ററാക്ഷനുമായിട്ടുള്ളതും ഇക്കോളജിയിൽ വരുന്നതാണ്. സോ ഇക്കോളജിക്കൽ ഹയറാർക്കി എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പോപ്പുലേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. പോപ്പുലേഷനെ പറ്റി നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് ഇക്കോസിസ്റ്റംസിനെ പറ്റി, നമുക്ക് കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലായി, ഓർഗാനിസംസ് മനസ്സിലായി, പോപ്പുലേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്കുണ്ട്. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇതാണ് ബയോട്ടിക് കോമ്പണന്റ് എന്നുള്ളത് മറക്കരുത് ഒരു ഇക്കോസിസ്റ്റത്തിൽ. ഇപ്പൊ സപ്പോസ് യു ടേക്ക് എ പോണ്ട് ഇക്കോസിസ്റ്റം, ഒരു പോണ്ട് ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാല് അതിലെ കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ വരും? ഫിഷ് വരും. ഫിഷിൽ തന്നെ പല പല സ്പീഷീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മുഷി എന്ന് പറയും, ബ്രാൽ എന്ന് പറയും, കല്ലുത്തി, അനാബാസ് എന്ന് പറയും, പരൽമീനുകൾ എന്ന് പറയും. ഇതെല്ലാം ഡിഫറെന്റ് സ്പീഷീസ് ആണ്. അതിൽ ഫ്രോഗുകൾ ഉണ്ടായിരിക്കും, സ്നേക്സ് ഉണ്ടായിരിക്കും, ഹൈഡ്രില്ലാസ് ഉണ്ടായിരിക്കും, ഹൈഡ്ര ഉണ്ടായിരിക്കും, വാലിസ്നേറിയ ഉണ്ടായിരിക്കും, ലോട്ടസ് ഉണ്ടായിരിക്കും. ദിസ് ഓൾ different species which constitute the biological community of the pond ecosystem. ആ പോണ്ട് ഇക്കോസിസ്റ്റത്തിന്റെ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ആണ് അവർ ഫോം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബയോളജിക്കൽ കോമ്പണന്റ് ആണ്. പിന്നെ ഇക്കോസിസ്റ്റത്തിൽ കമ്മ്യൂണിറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്നത് എന്താണ്? അതിലത്തെ എബയോട്ടിക് കോമ്പണന്റ് ആണ് വെള്ളം. പോണ്ട് ഇക്കോസിസ്റ്റം ആണെങ്കിൽ അതിൽ അബണ്ടന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് വെള്ളം, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, അതിന്റെ സലൈനിറ്റി, അതിലുള്ള ലൈറ്റ് പെനിട്രേഷൻ, ഇൻഓർഗാനിക് സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ, ഇങ്ങനെ ഡിഫറെന്റ് എബയോട്ടിക് കോമ്പണന്റുകളും കൂടി ചേരുന്നു ആ ഇക്കോസിസ്റ്റത്തിലേക്ക്. സോ ഇക്കോസിസ്റ്റം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇനി ഇക്കോസിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോരണം. നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരേണ്ടതാണ് ദേ ആർ ഓൾ ഓപ്പൺ സിസ്റ്റംസ്. എന്താണ് ഓപ്പൺ സിസ്റ്റംസ്? നിങ്ങൾ കെമിസ്ട്രി, തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഓപ്പൺ സിസ്റ്റമും ക്ലോസ് സിസ്റ്റമും പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേ ആസ്പെക്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇക്കോസിസ്റ്റംസ് എന്താണ്? ഓപ്പൺ സിസ്റ്റംസ് ആണ്. അതെങ്ങനെയാ ഒരു ഇക്കോസിസ്റ്റം ഓപ്പൺ സിസ്റ്റം ആവുന്നത്? എങ്ങനെയാ അത് ഇക്കോസിസ്റ്റം ഓപ്പൺ സിസ്റ്റം ആകുന്നത്? ചാറ്റിൽ ആൻസർ ചെയ്തോളൂ. ഞാനിത് മാച്ച് വരുമ്പോഴേക്കും ആൻസർ ചെയ്തോളൂ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് മാത്രമല്ല, ഹീറ്റ്, എനർജി, എല്ലാ എനർജി ഫോംസും എനർജികൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. എനർജി ഫോംസ് ഓക്കെ, ഫ്രീ ട്രാൻസ്ഫർ ഓക്കെ. ഓപ്പൺ സിസ്റ്റം മാറ്റർ ആണ്. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുക. അപ്പൊ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തെന്ന് വിചാരിക്കുക. ഒരു മഴ പെയ്യുമ്പോൾ ആ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലുള്ള സോയിലൊക്കെ, ആ സോയിലുള്ള ഇനോർഗാനിക് കോമ്പണൻസ് ഒക്കെ മഴ വഴി വെള്ളത്തിലൂടെ ചേർന്ന് അടുത്തുള്ള റിവറിലേക്ക് വരും. റിവറിൽ നിന്ന് പിന്നീട് അത് പോണ്ടിലേക്ക് പോകും. പോണ്ടിൽ നിന്ന് നമ്മൾ ഫിഷിനെ പിടിക്കുമ്പോൾ ഫിഷിന്റെ ബോഡി വഴി നമ്മുടെ കയ്യിലെത്തും. സോ മാറ്റർ ക്യാൻ ബി
ട്രാൻസ്ഫേർഡ്, ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് അടുത്ത ഇക്കോസിസ്റ്റത്തിലേക്ക്. അതുപോലെ തന്നെ ഇക്കോസിസ്റ്റത്തിലേക്ക് എനർജീനെ കൊടുക്കാനും പറ്റും, ഇക്കോസിസ്റ്റത്തിൽ നിന്ന് എനർജീനെ റിമൂവ് ചെയ്യാനും പറ്റും. റേഡിയന്റ് എനർജി ആയിട്ട് എനർജി പുറത്തേക്ക്. ഇപ്പൊ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അൾട്ടിമേറ്റ് സോഴ്സ് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാരണമാണ് ഞാനിവിടെ പറയാത്തത്. ദാറ്റ് ഈസ് ദ സൺ. സണ്ണിൽ നിന്ന് സോളാർ എനർജി വരുന്നു, ലൈറ്റ് എനർജി വരുന്നു, ഹീറ്റ് എനർജി വരുന്നു. ഇത് രണ്ടിനെയും ഇക്കോസിസ്റ്റംസ് ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റേഡിയന്റ്, സോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ട് ചെയ്യും, പ്ലാന്റ്സ് റിഫ്ലക്ട് ചെയ്യും അല്ലെ. അത് മാത്രമല്ല ത്രൂ ഫുഡ് ചെയിൻ, ഒരു പോണ്ടിൽ നിന്ന് നമ്മൾ ഒരു ഫിഷിനെ പിടിച്ച് കഴിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നു അല്ലെ, ത്രൂ ഫുഡ് ചെയിൻ. അതുപോലെ റേഡിയന്റ് എനർജി ഒക്കെ ആയിട്ട് റിഫ്ലക്റ്റിംഗ് ഫോംസിലൊക്കെ എനർജി ഇക്കോസിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അൾട്ടിമേറ്റ് സോഴ്സ് സണ്ണാണ്, അങ്ങനെയാണ് ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇക്കോസിസ്റ്റംസ് എന്താണ്? ദേ ആർ ഓൾ ഓപ്പൺ സിസ്റ്റംസ്. കേട്ടോ, ഓപ്പൺ സിസ്റ്റംസ് ആണ്, മാത്രമല്ല കോംപ്ലക്സ് ആണ്, സെൽഫ് ഓർഗനൈസ്ഡും സെൽഫ് സസ്റ്റൈൻഡ് ആൻഡ് റെഗുലേറ്റഡ്. ഇക്കോസിസ്റ്റത്തിന്റെ അടുത്ത പ്രോപ്പർട്ടി ആണ്. ദേ ആർ ഓൾ സെൽഫ് ഓർഗനൈസ്ഡ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സെൽഫ് ഓർഗനൈസ്ഡ് ആണ്, സെൽഫ് സസ്റ്റൈൻഡ് ആണ്, സെൽഫ് റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഓരോ ഇക്കോസിസ്റ്റംസും കാലാകാലത്തോളം നിലനിന്ന് വരുന്നത്. ഇപ്പൊ നമ്മളുടെ നാട്ടിലുള്ള ഒരു പോണ്ട് ഉണ്ടെങ്കിൽ എത്രയോ കാലമായിട്ട്, നാച്ചുറൽ പോണ്ട്സ്, ഐ എം ടോക്കിംഗ് അബൌട്ട് നാച്ചുറൽ പോണ്ട്സ്, ലേക്സ്, റിവേഴ്സ്, ഫോറസ്റ്റ് അല്ലെ, മനുഷ്യർ കൈവെക്കാത്തോടത്തോളം കാലം എന്താണ് അത്? എത്ര കാലമായിട്ട് അത് അവിടെ ഉണ്ടായിരുന്നു, എത്ര കാലം അത് ഇവിടെ ഉണ്ട്, ഇനിയും എത്ര കാലം അത് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അൺടിൽ ആൻഡ് അൺലെസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഇന്റർവീനിങ് വിത്ത് ഇറ്റ്സ് ഫങ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതിന് നിലനിന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെയുണ്ട്. അതിന് സെൽഫ് സഫീഷ്യന്റ് ആണ്. എനർജി ഇൻടേക്ക് ചെയ്യുന്നു, എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻടേക്ക് ഓഫ് മാറ്റർ അതിലുണ്ട്, ട്രാൻസ്ഫർ ഓഫ് മാറ്റർ അതിലുണ്ട്, വിച്ച് എനേബിൾസ് the ecosystem to function independently. സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സെൽഫ് റെഗുലേറ്ററി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇക്കോസിസ്റ്റംസ് എല്ലാം കൂടി ചേർന്ന് കുറെ ഇക്കോസിസ്റ്റംസ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ലാൻഡ്സ്കേപ്പിനെ പറ്റി നമ്മൾ പറയുന്നില്ല, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ബയോം. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക, ബയോം കേട്ടോ. ബയോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. ക്യാൻ എനിബഡി ടെൽ മീ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബയോം? ഹൗ വിൽ യു distinguish, or how will you say what exactly a biome is? ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ വരണം. ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ബയോമിന് അത്യാവശ്യമാണ്. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒരു ബയോമിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത്? ബയോം പറ. ബയോം വേരിയേഷൻ ലീഡ്സ് എ ഹാബിറ്റാറ്റ്. അല്ല. വൈഡ് വെറൈറ്റി ഓഫ് ഇൻഹാബിറ്റൻസ് അല്ല. വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ, ലൈറ്റ് അതല്ല. സർട്ടൈൻ ക്ലൈമാറ്റ്. അതെ, അഭിരാമിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അഭിരാമി പറഞ്ഞിട്ടുള്ളത് അതായത് അവരുടേതായിട്ടുള്ള എന്ത് വേണം? ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, റീജിയണൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അവർക്ക് വേണം. മാത്രല്ല ഒരേപോലെയുള്ള ക്ലൈമാറ്റ് ഉണ്ടെങ്കിൽ, സെയിം ക്ലൈമാറ്റ് ആണെന്ന് വിചാരിക്കാം, ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിലെ ഒരു പർട്ടിക്കുലർ പെർറ്റൈനിങ് ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയിട്ടുണ്ട്. ക്ലൈമറ്റ്, ഓക്കെ, കറക്റ്റ് ആക്കി കേട്ടോ. ക്ലൈമറ്റ് ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റേഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. ഇത് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് കേട്ടോ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന? മേജർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ മീൻ ആനുവൽ ടെമ്പറേച്ചർ. മീൻ നമ്മൾ ആവറേജ് വാല്യൂ ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് മീൻ ആനുവൽ ടെമ്പറേച്ചർ. ഒരു വർഷം നമുക്ക് കണക്ക് കൂട്ടുന്നതിന് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ദിവസത്തെയും ടെമ്പറേച്ചർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേ പണി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഒരു വർഷം എങ്ങനെയാണ് ടെമ്പറേച്ചർ വാരി ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ പല വർഷങ്ങളിൽ എടുത്തിട്ട്, ചിലപ്പോൾ 100 വർഷത്തെ 200 വർഷത്തേക്ക് എടുത്തിട്ട് നമ്മൾ പറയും ഓക്കെ അവിടുത്തെ മീൻ ആനുവൽ ടെമ്പറേച്ചർ ഓരോ വർഷം ഇത്രയാണ് ആനുവൽ ആയിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെയൊക്കെ കണക്കാക്കാം. നമുക്ക് ഒരു വർഷത്തെ എടുത്തിട്ട് നമുക്ക് പറയാം അതാണ് മീൻ ആനുവൽ ടെമ്പറേച്ചർ. അതുപോലെ ഒരു ഡെക്കേഡിൽ നമുക്ക് എടുത്തിട്ട് പറയാം, ഒരു സെഞ്ചുറിയിലൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഈ മീൻ ആനുവൽ ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ക്ലൈമറ്റിന്റെ. രണ്ടാമത്തത് മീൻ ആനുവൽ precipitation. Mean annual precipitation. What do you mean by precipitation? എന്തിനാ നമ്മൾ precipitation എന്ന് പറയുന്നത്?
precipitation, okay, temperature പറഞ്ഞിട്ടുണ്ട്, precipitation മഴ വെള്ളമാണ് അല്ലെ, വെള്ളത്തിന്റെ താഴോട്ടുള്ള വീഴ്ചയാണ് നമ്മൾ precipitation എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെയിൻഫോൾ എന്നാണ് പറയുന്നത്. നോട്ട് ഓൺലി റെയിൻഫോൾ ബട്ട് ഓൾസോ precipitation of snow. എല്ലായിടത്തും മഴ തന്നെ പെയ്യണം എന്നൊരു നിർബന്ധമില്ല. കാനഡയിലൊക്കെ പോയി നോക്കിയൊക്കെ അവർ ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ മഴ കണ്ടിട്ടുണ്ടാവില്ല, അവിടെ മഞ്ഞാണ് പെയ്യുന്നത്, സ്നോ അല്ലെ. അപ്പൊ precipitation is in two forms. One is rainfall, other one is the snow. അപ്പൊ ഇത് രണ്ടുമാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അല്ലെ. ഇതിനനുസരിച്ചിട്ട് അവിടെയുള്ള ടെമ്പറേച്ചർ, ഇപ്പൊ നല്ല പോലെ മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വെജിറ്റേഷൻ, ചെടികളും മരങ്ങളും ആവണം എന്നില്ല കാനഡയിലുള്ളത്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ഡിറ്റർമിൻഡ് ബൈ ദ precipitation, അവിടുത്തെ ടെമ്പറേച്ചർ വ്യത്യാസമാണ്, നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല. സോ വെജിറ്റേഷൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കണം, അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് രീതി ഉണ്ടായിരിക്കണം. മാത്രമല്ല അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റേഷൻ അവിടെ ഉണ്ടായിരിക്കണം. വെജിറ്റേഷനനുസരിച്ചിട്ട് അവിടെ വരുന്നതാണ് എന്ത്, അവിടുത്തെ അനിമൽസ്. കേട്ടോ. അപ്പൊ ഈ 4 കോമ്പണന്റുകൾ സ്വന്തമായിട്ടുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, അത് ഒരു ബയോം ആണ് എന്ന് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ ദ റീജിയണൽ ക്ലൈമാറ്റ്, റീജിയണൽ ക്ലൈമാറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലാണ് നമ്മളുടെ ടെക്സ്റ്റിൽ തന്നിട്ട് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ തന്നിട്ട് മേജർ ബയോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ആ ടെക്സ്റ്റ് തുറന്നു വെക്കുക. ഞാൻ ഫുൾ ഗ്രാഫ് ഇവിടെ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അതിൽ പോവും. എന്നാലും അതിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് തുറന്നു വെച്ച ടെക്സ്റ്റ് എല്ലാവരും, യെസ്, ഇങ്ങനത്തെ ഒരു ഗ്രാഫ് അല്ലെ. അതിൽ ഒരു ആക്സിസിൽ തന്നത് എന്താണ്, മീൻ ആനുവൽ ടെമ്പറേച്ചറും ഒരു ആക്സിസിൽ റെയിൻഫോളും ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതിനനുസരിച്ച് വേൾഡിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമുകളാണ് ഇതൊക്കെ. ആ ടെമ്പറേച്ചറിനും റെയിൻഫോളിനും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിനനുസരിച്ച് there are several biomes ഈ വേൾഡിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ബയോംസ്. അതിൽ ഒന്നാമത്തെയാണ് ഡെസേർട്ട് ബയോംസ്. ഡെസേർട്ട് ബയോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് ഡെസേർട്ട് ആണ്. ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് തുറന്നോ? ടെക്സ്റ്റ് തുറന്നോ? യെസ്, ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ, തുറന്ന ആൾക്കാർ പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ. എനിക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. 220. ഓക്കെ ഓക്കെ ഓക്കെ, 220. ഫൈൻ. അതിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഡെസേർട്ട്, ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡെസേർട്ട് ബയോം ആൻഡ് എ ഗ്രാസ്ലാൻഡ് ബയോം. നമ്മൾ ഡെസേർട്ടിനെ ബയോ എന്നും പറയും, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഡെസേർട്ടിനെ ഇക്കോസിസ്റ്റം എന്നും പറയും. കേട്ടോ, ഞാനിവിടെ ഡെസേർട്ട് മാർക്ക് ചെയ്തു. അതുപോലെ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു നോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡെസേർട്ട് ഇക്കോസിസ്റ്റം ആൻഡ് എ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം. എന്താ അതിന്റെ ഡിഫറൻസ്? ഓക്കെ ഓക്കെ, പോരട്ടെ, ഡിഫറൻസ് പോരട്ടെ. ഡെസേർട്ടില് അല്ല, ഈ ഗ്രാഫിൽ നിന്ന് ആൻസർ ചെയ്യൂ. ഈ ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് സമയം ഞാൻ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. ആ ഡെസേർട്ടിലെ ഡെസേർട്ടും ഗ്രാസ്ലാൻഡും കമ്പയർ ചെയ്യൂ. ഗ്രാസ്ലാൻഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെസേർട്ടിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. കേട്ടോ, ഗ്രാസ്ലാൻഡിന് അതിനേക്കാളും ടെമ്പറേച്ചർ ഉണ്ട്. നിങ്ങൾ നോക്കി നോക്കൂ, ഗ്രാസ്ലാൻഡിന്റെ എന്തായിരിക്കും കാരണം? വാട്ട് കുഡ് ബി ദ റീസൺ? കാരണം പറഞ്ഞ നോക്കട്ടെ. പ്രസിപ്പിറ്റേഷനോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണ വിചാരിക്കുക എന്താണ്, ഡെസേർട്ട് എന്ന് പറഞ്ഞ മരുഭൂമിയാണ്, ഊഷര ഭൂമിയാണ്, നല്ല ടെമ്പറേച്ചർ ആണ്. പക്ഷെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഗ്രാഫിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെസേർട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ എവിടെയുണ്ട്? ഗ്രാസ്ലാൻഡിലുണ്ട്. പക്ഷെ ഗ്രാസ്ലാൻഡിന് ഒരു പ്രത്യേകത എന്താണ്? ഡെസേർട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, മഴ കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ ഗ്രാസ് ഉണ്ടാവുന്നത്. മറ്റോടത്ത് എന്താണ്? തീരെ പ്രസിപ്പിറ്റേഷൻ ഇല്ല. ചെടികൾക്ക് വെള്ളം വേണം അല്ലെ. ചെടികൾ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗാനിസംസ് ആണ്, അവർക്ക് വാട്ടർ വേണം. അപ്പൊ ഡെസേർട്ടിൽ ചെടികൾ ഇല്ലാതിരിക്കുന്നതിന്റെ ഒരു കാരണം അവിടെ പ്രസിപ്പിറ്റേഷൻ ഇല്ലാത്തതാണ്. പക്ഷെ അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ്, temperature is much more in the grassland than that of the desert. What could be the reason? എന്തായിരിക്കും അതിന്റെ കാരണം? ടെമ്പറേച്ചർ വരും, ഹൈ ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്?
മീൻ ആനുവൽ ടെമ്പറേച്ചർ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യം. ഞാൻ പറഞ്ഞ അയ്യോ ഇതാണോ ഇതിന്റെ ഉത്തരം എന്ന് വിചാരിക്കും നിങ്ങൾ. അത്ര സിമ്പിൾ ആണോ എന്ന് ചോദിക്കും എന്നോട്. അല്ല, ആവറേജ് ടെമ്പറേച്ചർ ഇയർ ത്രൂ ദ ഇയർ ഈസ് ഹയർ. അതിന്റെ കാരണമാണ് ചോദിച്ചത്. ജോഗ്രാഫിക്കൽ ലൊക്കേഷൻ അല്ല. ഈ ടെമ്പറേച്ചറിന്റെ ഒരു പ്രത്യേകത, ഡെസേർട്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? പകല് നല്ല ചൂട് കൂടുതലും രാത്രി അതിനനുസരിച്ച് തണുപ്പുക വരിക. ആ ഡെസേർട്ടിന്റെ ഇത് നോക്കി നോക്കിയേ, ടെമ്പറേച്ചർ ചിലപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ 0ന്റെ അടുത്തേക്ക് വരും. 5 ഡിഗ്രി 4 ഡിഗ്രി ഒക്കെ വരും. മനസ്സിലായോ? പകൽ എത്ര പെട്ടെന്ന് തണുക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ രാത്രി അത്, പകൽ എത്ര മാത്രം ചൂടാവുന്നു അത്ര പെട്ടെന്ന് തന്നെ രാത്രി അത് തണുക്കുകയും ചെയ്യും. മനസ്സിലാവുന്നു? പക്ഷെ ഗ്രാസ് ലാൻഡുകൾ അങ്ങനെയല്ല. ഗ്രാസ് ലാൻഡുകൾ അത്ര പെട്ടെന്ന് തണുക്കില്ല. അപ്പൊ അതിന്റെ ക്യുമുലേറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഗ്രാസ് ലാൻഡ് സപ്പോർട്ട്സ് മോർ ലൈഫ്. ഗ്രാസ് ലാൻഡിൽ ഗ്രാസുകൾ മാത്രമല്ല, ഒറ്റപ്പെട്ട ചില മരങ്ങളും കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അവിടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും ചൂടുണ്ടായിട്ട് പോലും ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ മഴ കൂടി കൂടുതലുള്ളതാണ്. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഡെസേർട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആൽപൈൻ ആൻഡ് ആർട്ടിക് തുന്ദ്ര. അടിവശത്ത് കിടക്കുന്ന അല്ലെ. ഈ ആർട്ടിക് ആൻഡ് ആൽപൈൻ തുന്ദ്ര തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തിനാണ് നമ്മൾ ആർട്ടിക് തുന്ദ്ര എന്നും എന്തിനാണ് ആൽപൈൻ തുന്ദ്ര എന്ന് പറയുന്നത്? ടണ്ട്ര അല്ലെങ്കിൽ തുന്ദ്ര എന്ന് പറയും. മലയാളത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തുന്ദ്ര എന്ന് കാണും, ഇംഗ്ലീഷിൽ നമ്മൾ ടണ്ട്ര എന്നൊക്കെ പറയും. ടണ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? എന്തിനാണ് നമ്മൾ ടണ്ട്ര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് പോളാർ ഡെസേർട്ടുകളാണ് ആക്ച്വലി. അതായത് പോളാർ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡെസേർട്ടുകളെയാണ് നമ്മൾ ടണ്ട്ര എന്ന് പറയുന്നത്. കോൾഡ് ഡെസേർട്ട് കറക്റ്റ് ആണ്. ടണ്ട്ര ഇസ് എ കോൾഡ് ഡെസേർട്ട്. ഇത് 2 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പോളാർ റീജിയൻസിൽ നമുക്ക് കാണാൻ പറ്റും പോളാർ ഡെസേർട്ട്സ്. അതിനെയാണ് നമ്മൾ ആർട്ടിക് ടണ്ട്ര എന്ന് പറയുന്നത് കേട്ടോ. ആർട്ടിക് റീജിയനിലും അന്റാർട്ടിക് റീജിയനിലും കാണാൻ പറ്റുന്നതിനെയാണ് ആർട്ടിക് ടണ്ട്ര എന്ന് പറയുന്നത്. ഇതെന്താണ്? അത് പെർമനന്റ്ലി ഫ്രോസൺ ആണ് കേട്ടോ. ഏത് കാലത്തും ചിലപ്പോൾ 1 കിലോമീറ്റർ ഹൈറ്റിലൊക്കെ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അത്രയും ഡെൻസ് ആയിട്ട് മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്ന പെർമനന്റ്ലി ഫ്രോസൺ. അവിടെ സൺലൈറ്റ് എത്താറ് പോലും ഇല്ല. പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള പോളാർ റീജിയൻസിനെയാണ് നമ്മൾ ആർട്ടിക് ടണ്ട്ര എന്ന് പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെ പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള സ്നോനെ നമ്മൾ പെർമാഫ്രോസ്റ്റ് എന്നാ പറയാ. എന്താ പറയാ? പെർമാഫ്രോസ്റ്റ് കേട്ടോ. പെർമാഫ്രോസ്റ്റ് എന്നാണ് പറയാ. ഇനി രണ്ടാമത്തെ എന്താ പറയാ ഡെസേർട്ട്, സ്നോ ഡെസേർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? മൗണ്ടൻസിന്റെ ടോപ്പിലാണ്. അതിനെയാണ് നമ്മൾ ആൽപൈൻ ടണ്ട്ര എന്ന് പറയുന്നത്. ഫൗണ്ട് ഓൺ ഹൈ മൗണ്ടൻസിലാണ് കേട്ടോ. അതിന്റെ പ്രത്യേകത, ഒരു പോളാർ ഡെസേർട്ടും ആൽപൈൻ ഡെസേർട്ട് അല്ലെങ്കിൽ ടണ്ട്രയും തമ്മിലുള്ള വ്യത്യാസം, പോളാറിൽ ഈ കാലാവസ്ഥ കണ്ടീഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കാരണം അവിടെ വാരിയിങ് ലൈറ്റോ അല്ലെങ്കിൽ വാരിയിങ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നില്ല. കാരണം സൺലൈറ്റ് വളരെ കുറവ് മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. പക്ഷെ പർവ്വതങ്ങളുടെ മുകളിൽ അതല്ല. പർവ്വതങ്ങളുടെ മുകളിൽ എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ടെമ്പറേച്ചർ വരാറുണ്ട്. ചില സമയത്ത് സ്ട്രോങ് വിൻഡ്, അതുപോലെ സ്നോഫോൾ കൂടാം, ചിലപ്പോൾ സ്നോഫോൾ കുറയാം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡെസേർട്ട് ബയോം, ഗ്രാസ് ലാൻഡ് ബയോം, ആൽപൈൻ ആൻഡ് ആർട്ടിക് ടണ്ട്ര. പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. അടുത്ത് നോക്കുക, നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലുണ്ട്, പ്രസിപ്പിറ്റേഷനും കൂടുതലുണ്ട്. കോണിഫറസ് ഫോറസ്റ്റ് നോക്കുക. എന്താ കോണിഫറസ് ഫോറസ്റ്റ്? ഇറ്റ് ഈസ് dominated by pine trees. പൈൻ ട്രീസ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, കൂളർ ക്ലൈമറ്റ് ആണ്, ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്, മോർ പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് സ്നോ കേട്ടോ. സ്നോ ആണ് ഉണ്ടാവുന്നത് അവിടെ. അതാണ് കോണിഫറസ് ഫോറസ്റ്റിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ജീവികൾക്ക് ചൂട് വളരെ ഇഷ്ടമുള്ളതാണ് ആക്ച്വലി. കാരണം ചൂടുണ്ടെങ്കിൽ അവരുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കൂടുതൽ നടക്കും. പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഇൻ ദ ഗിവൺ ലിമിറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ അതൊക്കെ കാണും കേട്ടോ. ആ ലിമിറ്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാണ് ചൂട്. കാരണം ചൂട് ഈസ് എ ഫോം ഓഫ് എനർജി ആണ് അല്ലെ. നമുക്ക് തണുത്ത കാലത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു മോഡറേറ്റ് ചൂടുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. പുറത്തിറങ്ങി നടക്കുക, വെയിൽ കായാൻ ഇറങ്ങുക. ഇംഗ്ലീഷുകാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കണ്ടിട്ടില്ലേ? ഇവിടെ വേനൽക്കാലം ആവുന്ന സമയത്ത് അവരുടെ അവിടെ നിന്നൊക്കെ അവരും കൂടി കുറേശ്ശെ വരും അല്ലെ. കാരണം ഇവിടെ മോഡറേറ്റ് ചൂടാണുള്ളത്. അവർക്ക് they like it. എല്ലാ ഓർഗാനിസംസും അങ്ങനെ തന്നെയാണ്. പോയ്ക്ലോതേംസും ഒക്കെ സൺ ബാസ്കിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സണ്ണിന്റെ അടിയിൽ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയത്ത് അവർക്കൊരു ആനന്ദം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്താൻ അവർക്ക് പറ്റുന്നുണ്ട്. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവജാലങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ അത് കാണും.
നമ്മളുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, പക്ഷെ അവിടെ ടൊറൻഷ്യൽ റെയിനും ഉണ്ട്. നിങ്ങൾ ആ റെയിൻഫോളിന്റെ റേഞ്ച് ഒന്ന് നോക്കൂ. ഏറ്റവും കൂടുതൽ റെയിൻഫോൾ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉള്ളത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. ടെമ്പറേച്ചറും കൂടുതലാണ്, റെയിൻഫോളും കൂടുതലാണ്. Therefore, the biodiversity is also at the maximum. റെയിൻ ഫോറസ്റ്റുകൾ, ഈ റെയിൻ ഫോറസ്റ്റുകൾ എവിടെയാ കിടക്കുന്നത്? ഭൂമധ്യരേഖയുടെ അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്നിട്ടാണ്, വളരെ അടുത്താണ് കിടക്കുന്നത് അല്ലെ. ആഫ്രിക്കയിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും നമ്മൾക്ക് ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇത് എന്താണ്? ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയാസ് ആണ്. കാരണം അവിടെ എനർജിയും ഇഷ്ടം പോലെ ഉണ്ട്, വെള്ളവും ഇഷ്ടം പോലെ ഉണ്ട്. സോ ലിവിങ് തിങ്സ് ജസ്റ്റ് ഫ്ലറിഷ് ചെയ്യാണ് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ്. അതൊരു ഇമ്പോർട്ടന്റ് ബയോംസും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെയാണ് നമ്മളുടെ ഇക്കോസിസ്റ്റംസ്, ബയോംസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ ഇന്ത്യയിലും നമുക്ക് ഇതുപോലെയുള്ള ഈ വേൾഡിൽ കാണുന്ന ബയോംസ് പോലെ ഈ ബയോമുകളെല്ലാം തന്നെ ഇന്ത്യയിൽ ഇപ്പൊ ഡെസേർട്ട് ബയോം നമുക്കുണ്ട്, റെയിൻ ഫോറസ്റ്റ് നമുക്കുണ്ട് അല്ലെ. ഇപ്പൊ നോർത്തിലൊക്കെ പോവാണ്, ഹിമാലയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൈൻ ട്രീസ്, കോർണിഫറസ് ആയിട്ടുള്ള ഏരിയ നമുക്കുണ്ട്, നമുക്ക് റെയിൻ ഫോറസ്റ്റുകൾ നമുക്കുണ്ട്. ഇതിനെല്ലാം അഡീഷണൽ ആയിട്ട് ഒരു അഡീഷണൽ സോണും കൂടി അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബയോം കൂടി നമുക്കുണ്ട്. ദാറ്റ് ഈസ് ദ സീ ഷോർ ബയോം. സീഷോർ ബയോം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സീഷോർ ബയോം ഈസ് നോൺ ആസ് ദ ചാപ്രാൽ ബയോം എന്നാണ് അതിന്റെ പേര്. ദ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ CHA ചാപ്രാൽ, PCHA ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടോ? അത് CHAPARRAL ചാപ്രാൽ ബയോം കേട്ടോ. ഫൈൻ, ഓക്കെ. അപ്പൊ ഇതാണ് ബയോംസ് എന്ന് നമുക്ക് മനസ്സിലായി. ബയോംസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബയോസ്ഫിയർ ഉണ്ടാകുന്നു. ബയോംസിന്റെ ഫാക്ടേഴ്സ് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഇറ്റ് മസ്റ്റ് ബി എ large geographical area with its own regional climate, its own type of vegetation and its own type of animals. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ ബയോം എന്ന് പറയുന്നത്. And the important climatic factors determining the characteristics of a biome is the mean annual temperature as well as the mean annual precipitation. Okay, അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇക്കോസിസ്റ്റം എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി, ബയോം എന്താണെന്ന് മനസ്സിലായി അല്ലെ, ഓർഗാനിസംസ്, പോപ്പുലേഷൻ, ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് എബയോട്ടിക് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ലൈഫ് ഫോംസ് ഇൻ എ ഇക്കോസിസ്റ്റം. ഒരു ഓർഗാനിസം ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഓർഗാനിസംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ, കുറച്ച് സ്പീഡിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ തീരില്ല നമ്മുടെ ഈ ചാപ്റ്റർ. പറയട്ടെ, റെസ്പോൺസ് പ്ലീസ്. യെസ്, ഓക്കെ, ഫൈൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ഏതാണ്? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെങ്കിൽ ദ ടോപ്പ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് ഡാഷ്. ഏതാണ്? ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുമ്പോൾ 4 എണ്ണത്തിന്റെ പേര് വിളിച്ചു പറയുന്നവരാണ്. അഞ്ജല ഷെറിൻ ഒരെണ്ണം ചോദിക്കുമ്പോൾ 4 എണ്ണം പറയാ നീ. The top most important it is the temperature. കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്. ടെമ്പറേച്ചർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെ. ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. അത് നമുക്കറിയാം അല്ലെ. ചില ഓർഗാനിസംസിന് എന്താണ്, അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹ്യൂമൻ ബീങ്സ്, ഇപ്പൊ ഇന്ത്യക്കാരെ ഒന്ന് നമ്മൾ എടുത്തു നോക്കി നോക്കുക. നമ്മൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് അസ് അല്ലെ. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഉത്തർപ്രദേശിൽ പോയിട്ടാണ് എന്ത് ചെയ്തത്, എന്റെ PhD ചെയ്തത്. അവിടുത്തെ ടെമ്പറേച്ചർ വിന്റർ വരും. അവിടെ ജാനുവരിയിലൊക്കെ ഒരു 5 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. നമ്മൾ ഇങ്ങനെ 2 കമ്പിളിയൊക്കെ പുതച്ചിട്ട്, ഷർട്ടിന്റെ ഉള്ളിൽ വേറൊരു സ്വെറ്റർ, അതിന്റെ ഉള്ളിൽ അടിയിൽ വേറൊരു ബനിയനൊക്കെ ഇട്ട് 2 കമ്പിളിയൊക്കെ പുതച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. വി ക്യാൻ സർവൈവ് ഇൻ ദാറ്റ് ടെമ്പറേച്ചർ. അതേപോലെ അവിടെ സമ്മർ വരുമ്പോ എന്താണെന്നറിയാമോ, 45 ഡിഗ്രി സെൽഷ്യസ്, 49 ഡിഗ്രി സെൽഷ്യസ്, 52 ഡിഗ്രി സെൽഷ്യസ്. ആൾക്കാർ മരിച്ചു പോവും സമ്മറിൽ. അവിടെ സാധാ നമ്മളെ പോലെ അവിടെ എല്ലാവർക്കും വീടൊന്നുമില്ല. കുറെ ആൾക്കാര് തെരുവിലൊക്കെയാ ജീവിക്കുന്നത്. അവരൊക്കെ ഈ സമ്മറിലും മരിച്ചു പോവും, വിന്ററിലും മരിച്ചു പോവും. ബിക്കോസ് പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ഒന്നും ഇല്ലാത്ത കാരണം. പക്ഷെ ഈ എക്സ്ട്രീം ടെമ്പറേച്ചർ അല്ലാതെ അതിന്റെ ഇടയിൽ വരുന്ന ടെമ്പറേച്ചർ ഒക്കെ നമുക്ക്
withstand ചെയ്യാൻ പറ്റും, we are able to survive, so that we can withstand a wide range of temperature. അങ്ങനെ wide range of temperature-നെ withstand ചെയ്യുന്ന organisms-നെ നമ്മൾ യൂറിതെർമൽ എന്ന് നമ്മൾ പറയും കേട്ടോ. അങ്ങനെ withstand ചെയ്യാൻ പറ്റാത്ത organisms ഉണ്ട്, just like fishes, amphibians. മനസ്സിലാവുന്നുണ്ട്? അവർക്കൊക്കെ ഒരു നേരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒരു 5 ഡിഗ്രി സെൽഷ്യസിലുള്ള വ്യത്യാസമൊക്കെ ചിലപ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്തു എന്ന് വരും. മെല്ലെ മെല്ലെയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. വെള്ളം നമ്മളിപ്പോൾ ഒരു ഫിഷിനെ പിടിച്ചിട്ട് അടുപ്പത്ത് പാത്രം വെള്ളം വെച്ചിട്ട് അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതോടുകൂടി ഫിഷ് ചത്തു പോകും. പക്ഷെ മെല്ലെ മെല്ലെയാണ് ടെമ്പറേച്ചർ ഗ്രാജ്വലി, ഇപ്പൊ എൻവറോൺമെന്റിൽ നമ്മൾ വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറും. അപ്പർ ലെയറിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ആവില്ല ലോവർ ലെയറിൽ ഉണ്ടാവും. അപ്പൊ ഫിഷുകൾ മെല്ലെ അപ്പർ ലെയറിൽ നിന്ന് ലോവർ ലെയറിലേക്ക് പോകും. അങ്ങനെയൊക്കെ അവർ ബിഹേവിയർ അഡ്ജസ്റ്റ്മെന്റ് നടത്തി അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഓൺലി എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിനെ നിങ്ങൾ പറയുന്നുണ്ട്. ആൻസർ എനിക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത്. സ്റ്റീനോതെർമൽ എന്നാണ് നമ്മൾ അതിനെ പറയാ, യൂറിതെർമൽ, സ്റ്റീനോതെർമൽ അല്ലെ. ഈ യൂറിതെർമൽ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവർ എന്തായിരിക്കും? ഹോമിയോതേംസ് ആയിരിക്കും. ഹോമിയോതേംസ് നമ്മൾ പറയുന്ന വേറെ പേരാണ് എൻഡോതേംസ്. എൻഡോതേംസ്, ഹോമിയോതേംസ്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എൻഡോതെർമി ഓർ ഹോമിയോതെർമി? എൻഡോതെർമി, ഹോമിയോതെർമി, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേം പറയോ. അതിനു മുന്നേ ഇത് ഇതിന് പറയുന്ന വേറൊരു പേരാണ് വാം ബ്ലഡഡ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ ഉദ്ദേശിക്കുന്നേ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? cannot, Anjala, you got it wrong. They cannot alla, they can. Endothermy, homeo, same endothermy. അതായത് അവരുടെ ബോഡിയിലെ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് മെക്കാനിസം ഉണ്ട്. ബോഡിയുടെ ഉള്ളിൽ നിന്നാണ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സിസ്റ്റം ഉള്ള ആൾക്കാരാണ്. ആൻഡ് ദാറ്റ് സിസ്റ്റത്തിന്റെ പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഹൈപ്പോതലാമസ്. കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? കെമിക്കൽ കോർഡിനേഷനിലും ഒക്കെ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. Hypothalamus regulate the internal temperature. ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന ആസ് എ റിസൾട്ട് ഓഫ് മെറ്റാബോളിസം നമ്മൾ കുറെ ടെമ്പറേച്ചർ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോഡിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ടെമ്പറേച്ചർ ഉണ്ടാക്കി അതിനെ റെഗുലേറ്റ് ചെയ്ത് ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ എത്രയാ നമ്മുടെ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ? 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അങ്ങനെ അത് 5 ഡിഗ്രി സെൽഷ്യസ് ആയാലും നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40 ഡിഗ്രി സെൽഷ്യസ് എൻവറോൺമെന്റൽ ടെമ്പറേച്ചർ ആയാലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ആണ്. കാരണം വി ഹാവ് ഗോട്ട് എ റെഗുലേറ്ററി മെക്കാനിസം, ദാറ്റ് ഈസ് ദ ഹൈപ്പോതലാമസ് അല്ലെ. നമ്മുടെ ബോഡിയിൽ അതുള്ള കാരണം നമ്മൾ ഹോമിയോതേംസ് ആണ്, നമ്മൾ എൻഡോതേംസ് ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണ് ആര്? എക്സോതേംസ് അല്ലെങ്കിൽ പോയ്ക്കിലോതേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് അല്ലെ. ഇതാണ്. ഇതെന്തായിരിക്കും? അവർക്ക് ബോഡിയിൽ നിന്ന് സ്വന്തമായി ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല, പകരം അറ്റ്മോസ്ഫിയറിൽ നിന്ന് ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ബാസ്കിങ് എന്ന് പറയും. ബാസ്ക് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ആലോചിച്ചാൽ മതി. സ്നേക്സ് ബാസ്ക് ചെയ്യാറുണ്ട് അല്ലെ. ഇതുപോലെയുള്ള ചെറിയ ബാസ്കിങ് ഞങ്ങള് +2 പഠിച്ചിരിക്കുന്നത് കാലാനാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. എനിക്ക് അതിനെയാണ് ഓർമ്മ, ചാപ്റ്ററിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഈ പോയ്ക്കിലോതേംസ് ആണ് ആക്ച്വലി ബാസ്ക് ചെയ്യുക കൂടുതലായിട്ട്. അതായത് സ്വന്തമായിട്ട് ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ ഓർഗാനിസംസിന് സണ്ണിൽ നിന്ന് നേരിട്ട് ടെമ്പറേച്ചർ എടുക്കണം, അല്ലെങ്കിൽ വാട്ടറിലുള്ള ഓർഗാനിസംസ് ആണെന്നുണ്ടെങ്കിൽ വാട്ടറിലുള്ള ടെമ്പറേച്ചർ അവർക്ക് എടുക്കണം. അതുകൊണ്ട് the source of temperature is the external environment, therefore they are exotherms. അതിനെ നമ്മൾ poikilotherms എന്ന് പറയും. They are known as the cold blooded organisms. cold blooded എന്ന് നമ്മൾ അവരെ പറയും. Lizards, അടുത്ത എക്സാമ്പിൾ പറഞ്ഞ lizards. most important examples fishes ആണ്. അതുപോലെ lizards that are reptiles, അതുപോലെ amphibians, ഇവരെല്ലാവരും അതാണ് കേട്ടോ. ബേർഡ്സും മാമൽസും എന്താണ്? അവര് വാം ബ്ലഡഡ് ഓർഗാനിസംസ് ആണ്. ഓക്കെ,
അപ്പൊ അത് നമ്മൾ പറഞ്ഞു. ഇതാണ് ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം, സ്റ്റീനോതെർമൽ. അതുപോലെ വാട്ടറിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് സലൈനിറ്റി ആണ്. വാട്ടറിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് അഫക്ട്സ് ദ ഓർഗാനിസം ഈസ് ദ സലൈനിറ്റി. ഓക്കെ, ജസീക സുസൻ. ഓക്കെ. ശ്രീദേവ്, എന്താണ് ശ്രീദേവ്? യെസ്, ഐ തിങ്ക് ടു വിച്ച് പോയിന്റ് യു ആർ റെസ്പോണ്ടിങ്? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. They can withstand all. What? Who can withstand? They can adjust any environment. Who or what? Up to some limit. Zahid's question. Zahid എന്താ ചോദിച്ചേ? അത് ഞാൻ കണ്ടില്ലല്ലോ സാഹിദിന്റെ ക്വസ്റ്റ്യൻ. സാഹിദിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയതേ ഇല്ല. സാഹിദ്സ് ക്വസ്റ്റ്യൻ, വാം ബ്ലഡ്, ഹോം യുവർ തംസ്. അപ് ടു സാഹിദ് എന്താ ചോദിച്ചേ? ഓക്കെ, വാം ബ്ലഡഡ് ഇൻ കോൾഡ് ബ്ലഡഡ് വെച്ച് വല്ല അഡ്വാൻറ്റേജ്? വാം ബ്ലഡഡിന് കോൾഡ് ബ്ലഡഡിനെ വെച്ച് വല്ല അഡ്വാൻറ്റേജ് ഉണ്ടോന്ന്? എന്താ അഡ്വാൻറ്റേജ് ഇല്ലാത്തത്? ഏത് കാലത്തും പുറത്തിറങ്ങി നടന്നൂടെ? ഇപ്പൊ പാമ്പുകളൊക്കെ നോക്കി വെക്കൂ. പാമ്പുകളൊക്കെ പുറത്തിറങ്ങുന്നതിന്റെ അവർക്ക് പല ടൈമിലാണ് അവർ പുറത്തിറങ്ങുക. എല്ലാ പാമ്പുകളും പകല് പുറത്തിറങ്ങില്ല, അല്ലെങ്കിൽ അവർ കൂടുതൽ രാത്രിയായിട്ട് ആ സമയത്താ പുറത്തിറങ്ങുക. കാരണം പകൽ എന്താണ്, ടെമ്പറേച്ചർ ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് അല്ലെ? ഗ്രാജുവലി ഇൻക്രീസിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ പെട്ടെന്ന് ഓടിപ്പോവും, ഒരു മാളത്തിന്റെ ഉള്ളിലേക്ക് ഒളിച്ചു പോകും. കാരണം അവർക്ക് അത്രയും ഇൻക്രീസിങ് ടെമ്പറേച്ചറിന് അനുസരിച്ച് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവരുടെ മെറ്റാബോളിക് റേറ്റുകളൊക്കെ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അവർ രാത്രി കുറഞ്ഞ ടെമ്പറേച്ചറിൽ, അപ്പൊ ദർ വിൽ നോട്ട് ബി മച്ച് വേരിയേഷൻ, ടെമ്പറേച്ചറിൽ മച്ച് വേരിയേഷൻസ് ഇല്ലാത്ത സമയത്താണ് അവർ പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് അല്ലേ? നമ്മളെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് രാത്രിയും പുറത്തിറങ്ങാം, പകലും പുറത്തിറങ്ങാം. കാരണം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്ട് അസ്. രാത്രിയിലത്തെ തണുപ്പും നമുക്ക് പ്രശ്നമില്ല, പകലത്തെ ചൂടും നമുക്ക് പ്രശ്നമില്ല. സോ നമ്മുടെ ആക്ടിവിറ്റി പീരീഡ് എന്താണ്, ബ്രോഡ് പീരിയഡ് ആണ്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുഡ് കണ്ടെത്താൻ കൂടുതൽ സമയം, നമുക്ക് നമ്മുടെ റെസ്റ്റിംഗ് പ്ലേസുകൾ ഉണ്ടാക്കാൻ കൂടുതൽ സമയം, മേറ്റ് ചോയ്സ്, നമുക്ക് പ്രിഫേർഡ് മേറ്റിനെ കണ്ടെത്താൻ കൂടുതൽ സമയം. സോ അവർ ആക്ടിവിറ്റി ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ദ ടൈം. മനസ്സിലാവുന്നുണ്ടോ? അത് ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. യു ആർ ഗെറ്റിംഗ് വൺ ആസ്പെക്ട് മാത്രമേ, വൺ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല നമ്മുടെ മെറ്റാബോളിസം ഒക്കെ കമ്പാരിറ്റീവ്ലി ലാർജർ ആണ്. നമുക്ക് 3-4 നേരം ആഹാരം കഴിക്കേണ്ടി വരുന്നു. പാമ്പൊക്കെ ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചാൽ ചിലപ്പോൾ ഒരു മാസം ഉണ്ടാതിരിക്കും, ഒരു ഭാഗത്ത് പോയി കിടന്നോളൂ അവര്. കാരണം മെറ്റാബോളിസം വളരെ കുറവാണ്, അതുകൊണ്ട് ഹീറ്റ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതൊരു പോയിക്കിലോ ടേംസ് ആണ്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഹീറ്റ് പ്രൊഡക്ഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കേണ്ടി വരും കേട്ടോ. ഇത് അടുത്ത ഒരു മെറിറ്റ് ഡിമെറിറ്റ് എന്ത് പറഞ്ഞാലും ഏത് കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് അതിന്റെ ആക്ച്വൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നൗ യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, കോൾഡ് ബ്ലഡഡ് എനർജി എഫിഷ്യന്റ്. എനർജി എഫിഷ്യന്റ് എന്ന് എന്താ ഉദ്ദേശിച്ച അഭിരാമി? എനർജി എഫിഷ്യന്റ്, കോൾഡ് ബ്ലഡഡ് എനർജി എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലെസ് എമൗണ്ട് ഓഫ് എനർജി ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ തെർമോഡൈനാമിക്സ് പറയുന്നത് തന്നെ ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. അതെ, സ്ലോ മെറ്റാബോളിസം ആണ്. പോയിക്ലോതേംസിന് സ്ലോ മെറ്റാബോളിസം തന്നെയാണ്, സ്ലോ മെറ്റാബോളിസം ആണ്. നമുക്കാണ് ലാർജർ എക്സ്റ്റെന്റില് വെരി ഫാസ്റ്റ് ആയിട്ട് മെറ്റാബോളിസം നടക്കുന്നത് നമുക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. കണ്ടിന്യൂസ് നമ്മൾ ഉറങ്ങുമ്പോഴും 37 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെ 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞെങ്കിലായുള്ളൂ. ആ സമയത്ത് മെറ്റാബോളിസം കുറച്ച് കുറവല്ലേ, അതുകൊണ്ട് നമ്മുടെ ബോഡി കുറച്ചൊന്ന് തണുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ കുറയും. അപ്പൊ ചിലപ്പോൾ എന്താണ്, നമ്മളുടെ പ്രോക്സിമിറ്റീസ്, കൈയിന്റെ എൻഡ്, കാലിന്റെ എൻഡ് ഒക്കെ ചിലപ്പോൾ കുറേശ്ശെ തണുക്കാൻ സാധ്യത ഉണ്ട് എന്നല്ലാതെ നോർമലി നമ്മളുടെ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് 37 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ബിക്കോസ് വി ആർ എനർജറ്റിക്കലി ആക്റ്റീവ്, മെറ്റാബോളിക്കലി ആക്റ്റീവ്. അതാണ് അതിന്റെ റീസൺ. ഓക്കെ, ഐ ഹോപ്പ് അണ്ടർസ്റ്റുഡ്. ഇതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും സംസാരിക്കണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഫൈൻ, ഓക്കെ. അപ്പം ടെമ്പറേച്ചർ കഴിഞ്ഞാൽ സലൈനിറ്റി ആണ്. ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ സലൈനിറ്റി വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് യൂറി സലൈൻ എന്നും സ്റ്റീനോ, യൂറി ഹെലൈൻ എന്നും സ്റ്റീനോ ഹെലൈൻ എന്നും നമ്മൾ പറയുന്നത്. ഹെലൈൻ, യൂറി ഹെലൈൻ ആൻഡ് സ്റ്റീനോ ഹെലൈൻ. അതുപോലെ ടെമ്പറേച്ചർ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത് നമുക്ക് അറിയാവുന്നതാണ്. ലൈറ്റ്, സലൈനിറ്റി,
ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മൾ ലൈറ്റിലേക്ക് വരുന്നു, ടെമ്പറേച്ചറും സലൈനിറ്റിയും പറഞ്ഞതുകൊണ്ട് നമ്മൾ ലൈറ്റിലേക്ക് വരുന്നു. ലൈറ്റ് ഫോട്ടോസിന്തസിസ്, നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ അതിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ്. ഞാൻ പറഞ്ഞു വാട്ടർ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ സലൈനിറ്റി പറഞ്ഞത്. കാരണം വാട്ടറിൽ ഇമ്പോർട്ടന്റ് വരുന്നത് അതിലുള്ള വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സോൾവെന്റ് അല്ലെ, സോൾവെന്റ് ആണ് വാട്ടർ. അപ്പൊ അതിൽ ഡിസോൾവ് ചെയ്യുന്നത് കുറെ സോൾട്ടുകളൊക്കെ ആയിരിക്കും. അപ്പൊ സോൾട്ടുകൾ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സലൈനിറ്റി കൂടാം, സലൈനിറ്റി കുറയാം കേട്ടോ. അതെ. അപ്പൊ സലൈനിറ്റി ആണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് ലൈറ്റ് ആണ്. ആൻഡ് ലൈറ്റിന്റെ പറ്റി നമ്മൾ പഠിക്കാൻ ഒരു ചാപ്റ്റർ തന്നെ ഫുൾ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലൈറ്റ് ഓഫ് കോഴ്സ് ഫോട്ടോസിന്തസിസ് ആണ്. നമ്മുടെ ആൽഗകൾ വാട്ടറിലാണെങ്കിലും കരയിലാണെങ്കിലും ലാൻഡിലാണെങ്കിലും ആൽഗേസ് മുതൽ അങ്ങോട്ട് പ്ലാന്റ്സിൽ ബ്രയോഫൈറ്റ്സ് അതൊക്കെ ഫോട്ടോസിന്തസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളെല്ലാം അല്ലെ. പക്ഷേ ഈ ഡീപ് സീലും ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഫൈൻഡിങ് നെമോ സിനിമ കണ്ടപ്പോ ഒക്കെ നമുക്കറിയാം ഡീപ് സീലുള്ള ഓർഗാനിസംസിനെ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഇൻ ഡീപ് സീസ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മളുടെ ഓർഗാനിസംസ് ത്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡീപ് സീയില്, ഡീപ് സീ, എനിബഡി? ഏത് ആൽഗെ? വെറുതെ ആൽഗെ എന്ന് പറഞ്ഞാൽ പോരാ, ഏത് ആൽഗെ? റെഡ് ആൽഗെ ആണ് പറയുന്നത്. റെഡ് ആൽഗെ. എന്തുകൊണ്ടാണ് ആ ആൽഗയ്ക്ക് റെഡ് ആൽഗെ എന്ന് പേര് വരാൻ കാരണം? റെഡ് ആൽഗെ എന്ന് പേര് വരാൻ കാരണം എന്തായിരുന്നു? റോഡോഫൈസിയ റെഡ് ആൽഗെ. ഓക്കെ ശ്രീദേവി, അവർക്ക് റെഡ് ആൽഗെ ആയതുകൊണ്ടാണ് അവർക്ക് റോഡോഫൈസിയെ എന്ന് പേര്. അതിന്റെ കാരണം ഫൈക്കോ എറിത്രിൻ എന്ന് ഐറിൻ ജോസ് പറഞ്ഞിട്ടുണ്ട്. ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് ഫൈക്കോ എറിത്രിൻ അബ്സോർബ് ചെയ്യുന്നത് ഏത് ലൈറ്റിനെയാണ്? ഫൈക്കോ എന്ന് പറഞ്ഞാൽ ആൽഗേനെ സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. എറിത്രിൻ ഫൈക്കോ എറിത്രിൻ അബ്സോർബ്സ്. എഗെയിൻ ഐറിൻ ആണ് പറയുന്നത്. ബ്ലൂ റീജിയനെയാണ്, ബ്ലൂനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ബ്ലൂ റീജിയനെ അത് അബ്സോർബ് ചെയ്യുന്നു. റെഡ് റീജിയനെ അത് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു റെഡ് റീജിയനെ. അതുകൊണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ റെഡ് കളർ. അപ്പൊ ഈ റെഡ് ആൽഗെ അതുപോലെ ഡെഡ് ഓർഗാനിസംസ് ഒക്കെയാണ് എവിടെ? ഡീപ് സീയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഫൈക്കോ എറിത്രിൻ, അതെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് സോയിൽ. അടുത്തതാണ് സോയിൽ ഫാക്ടറിനെ നമ്മൾ എഡാഫിക് ഫാക്ടേഴ്സ് എന്ന് സാധാരണ പറയാറുണ്ട്. സോയില് എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോയിലിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ദ വാട്ടർ ലോഡ്ജിങ്. വെള്ളക്കെട്ട് എന്ന് നമ്മൾ പറയില്ലേ, വെള്ളത്തിനെ കെട്ടി നിർത്തുക, അതിനുള്ള ഒരു കപ്പാസിറ്റി സോയിലിനുണ്ട്. ധാരാളം വാട്ടർ ലോഡ്ജിങ് ഉണ്ടെങ്കിൽ അവിടെ പ്ലാന്റ്സിന് വളരാൻ പറ്റില്ല. സലൈനിറ്റി ഒക്കെ അവിടെ കൂടുതലായിരിക്കും. കാരണം വെള്ളം അടിയിലത്തെ മിനറൽ സോൾട്ടിനെയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പർ റീജിയനിൽ എന്തായിരിക്കും? സലൈനിറ്റി കൂടുതലായിരിക്കും. അതില് പ്ലാന്റ്സിന് വളരാൻ പറ്റില്ല. രണ്ടാമത്തെയാണ് പെർക്കോലേഷൻ. ഈ രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് സോയിലിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് ദ ഗ്രെയിൻസ്. സോയിലിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, സോയിൽ കണ്ടന്റും അതുപോലെ സോയിലിലെ പാർട്ടിക്കിൾസിന്റെ സൈസും, സോയിൽ പാർട്ടിക്കിൾസിന്റെ സൈസ് കേട്ടോ. അതുപോലെ സോയിലിന്റെ കോമ്പോസിഷൻ, ഗ്രെയിൻ സൈസ് ആൻഡ് കോമ്പോസിഷൻ, അതാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസിനെയും ഡീറ്റർമൈൻ ചെയ്യുന്നത്. പെർക്കോലേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ഗ്രാവിറ്റി സോയിലിൽ കൂടെ വെള്ളം ഇങ്ങനെ അടിയിലേക്ക് എർത്തിലേക്ക് ഇങ്ങനെ പെർക്കോലേറ്റ് ചെയ്ത് താഴേക്ക് ഫിൽട്ടർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പെർക്കോലേഷൻ എന്ന് പറയുന്നത്. വാട്ടർ ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ പെർക്കോലേഷൻ ഇല്ലാതെ വെള്ളക്കെട്ട്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കേട്ടോ. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളത്തിനെ പിടിച്ചു നിർത്തുക. ലോഡ്ജിങ് എന്നുള്ളതിനേക്കാളും നമുക്ക് നന്നായി പറയാൻ പറ്റുന്നത് വാട്ടർ ഹോൾഡിംഗ് എന്നാണ്. ഈ വെള്ളത്തിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാലാണ് ആ വെള്ളം പ്ലാന്റ്സിനൊക്കെ അവൈലബിൾ ആകുള്ളൂ അല്ലെ. ഇങ്ങനെ വാട്ടർ ഹോൾഡ് ചെയ്യുന്നത് പല രീതിയിലാണ്. അങ്ങനെ വെള്ളം ഏതൊക്കെ രീതിയിൽ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് സോയിലിലുള്ള വാട്ടറിനെ നമുക്ക് പലതാക്കി തിരിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ 3 കാറ്റഗറി ആക്കി സോയിലിലുള്ള വാട്ടറിനെ തിരിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി determined by the content and the size of soil grains.
കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വെള്ളം സോയിൽ പിടിച്ചു നിർത്തുന്നു എന്ന് പറയാം. അങ്ങനെ പിടിച്ചു നിർത്തുന്നതിനനുസരിച്ച് വെള്ളത്തിനെ നമുക്ക് 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതൊക്കെ ടൈപ്പ് ഓഫ് വാട്ടർ ആണ് സോയിലിൽ കാണുന്നത് എന്ന് പറയാമോ? അറിയില്ല എന്നാണോ? അല്ല, വാട്ടർ സോയിൽ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ക്ലേ സോയിലോ ലോമി സോയിലോ സാൻഡി സോയിലോ ഏതോ ആയിക്കോട്ടെ, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദ സോയിൽ ഹോൾഡ് ഓഫ് ദ വാട്ടർ. ഓക്കെ, അല്ല ഹ്യൂമസ് വാട്ടർ അല്ല, ഞാൻ പറയാം. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ 1, 2 കാപ്പിലറി വാട്ടർ, 3 ഗ്രാവിറ്റേഷണൽ വാട്ടർ. Okay, hygroscopic water. What do you mean by hygroscopic water? Hygroscopic water എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോയിൽ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. കുറെ സോയിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, 1, 2, 3 ഇങ്ങനെ സോയിൽ ഇങ്ങനെ കുറെ പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ അല്ലെ? ഈ സോയിൽ പാർട്ടിക്കിളിന്റെ ഇടയില് അവര് എന്താണ്, വെള്ളത്തിന്റെ ഒരു തിൻ ഫിലിം ഇങ്ങനെ ഫേംലി അറ്റാച്ച് ചെയ്തിരിക്കുക വിചാരിക്കുക. തിൻ എന്ത് ഫോഴ്സ് കൊണ്ടായിരിക്കും അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക? നമ്മൾ അഡ്ഹഷൻ, കൊഹിഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? കൊഹിഷൻ അല്ലെ? ആ ഫോഴ്സ് വഴി ഇതിങ്ങനെ വാട്ടർ ഫിലിം ഇങ്ങനെ സോയിലിന്റെ പാർട്ടിക്കിൾസിന്റെ മുകളിൽ ഇങ്ങനെ തിൻ ഫേംലി അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയും. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഒരു റൂട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു റൂട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ വാട്ടറിനെ റൂട്ടിന് അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? കാരണം റൂട്ട് ഇട്ട് വലിച്ചെടുക്കണമൊന്നുമില്ലല്ലോ, നാച്ചുറലി അതിൻ്റെ ഉള്ളിലേക്ക് വരണ്ടേ. പക്ഷേ ബിക്കോസ് ഓഫ് ദിസ് സ്ട്രോങ് അഫിനിറ്റി ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് സോയിൽ പാർട്ടിക്കിൾസ്, ദ വാട്ടർ വിൽ നോട്ട് എൻ്റർ ഇൻ ടു ദ റൂട്ട്. Therefore, hygroscopic water is not available to the plants. Plants അത് available അല്ല. കിട്ടിയോ? മനസ്സിലായോ? നെക്സ്റ്റ്, കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ സോയിലുള്ള സ്മോൾ ട്യൂബ്സ് ഫോം ചെയ്യും. സോയിലിന്റെ ഘടനയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ സ്മോൾ ട്യൂബ്സ് ഉണ്ടായിരിക്കും. ഇതിലുള്ള വാട്ടർ ആണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വേനൽക്കാലത്ത് നമ്മൾ പറമ്പൊക്കെ ഇങ്ങനെ കളച്ചു മറിച്ചിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കാപ്പിലറി ട്യൂബ്സിനെ വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാപ്പിലറി റൈസ് വഴി വെള്ളം മുകളിലേക്ക് വരും, സണ്ണിന്റെ ചൂടില് അത് ഇവാപറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ അത് ഇവാപറേറ്ററി ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എബിലിറ്റി ടു റൈസ് ഇൻ ദ ട്യൂബ്സ്, അതാണ് കാപ്പിലറി പറയുന്നത്. അങ്ങനെ കാപ്പിലറി വാട്ടറും ഇതും എന്തിന് അവൈലബിൾ അല്ല? റൂട്ട്സിന്. സോറി, ഇതാണ് എന്ത് ഓൾസോ ഈ കാപ്പിലറി വാട്ടറിന്റെ വേറൊരു പേരും കൂടി ഉണ്ട്, ക്രിസാർഡ്. CHRESARD, ക്രിസാർഡ് എന്നാണ് നമ്മൾ അത് പറയാ. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്താണ്? നേരോ ട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് റെഡിലി അവൈലബിൾ ഫോർ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിന് ഇത് റെഡിലി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഈ വെള്ളം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ഇതിനെ വലുതാക്കി, കാപ്പിലറി ട്യൂബിനെ വലുതാക്കി കളച്ച് മറിച്ചിടും. പറമ്പുകൾ കളയ്ക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. വേനൽക്കാലത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, കളയൊക്കെ ഉണ്ട് പറമ്പിലെ. അപ്പൊ ഈ കാപ്പിലറി വാട്ടർ ഈസ് റെഡിലി അവൈലബിൾ ഫോർ ദ പ്ലാന്റ്സ്. മൂന്നാമത്തെ എന്താണ്? ഗ്രാവിറ്റേഷണൽ വാട്ടർ ആണ്. ഗ്രാവിറ്റേഷണൽ വാട്ടർ നമുക്കറിയാം, പെർക്കൊലേറ്റ് ചെയ്ത് ഇങ്ങനെ എർത്തിന്റെ സെന്ററിലേക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയാ. അത് പ്ലാന്റ്സിന് അവൈലബിൾ അല്ല, കാരണം റൂട്ട് അത്രയും ഇറങ്ങി പോകേണ്ടി വരും. ഇതിങ്ങനെ എർത്തിന്റെ സെന്ററിലേക്ക് ഇപ്പൊ എത്തും എന്ന് വിചാരിച്ച് ഇങ്ങനെ പെർക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വാട്ടർ ആണ് gravitational water. So there are 3 kinds of water which is present in the soil, out of which only capillary water is available to the plants. കേട്ടോ? മനസ്സിലാവുന്നുണ്ടോ? Capillary water is only available. Okay. അപ്പൊ നമുക്ക് ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ടെമ്പറേച്ചർ, ലൈറ്റ്, സലൈനിറ്റി, സോയിൽ, ഇതൊക്കെ നമുക്ക്
പലതരം ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സ് ഒന്നും സ്റ്റാറ്റിക് അല്ല അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ല, ഒരേപോലെ അല്ല ഉള്ളത്. ഇതൊക്കെ വാരിയിങ് ആണ്. നമുക്ക് തന്നെ അറിയാം ലൈറ്റിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ പല സമയത്തും പല രീതിയിലാണ്. ടെമ്പറേച്ചർ ഇപ്പൊ പകൽ എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ നിന്ന് ഉച്ചവരെയൊക്കെ, അപ്പൊ ഉച്ചയോടെ ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ വല്ലാതെ കൂടും, പിന്നെയും ഈവനിങ് ആകുമ്പോഴേക്കൊക്കെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോ ഇറ്റ് ഈസ് ഓൾ വാരിയിങ് അല്ലെ. അപ്പൊ ഇങ്ങനെ വാരിയിങ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. സോയിൽ ഫാക്ടേഴ്സ് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ഒക്കെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്, എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ എബയോട്ടിക് ഫാക്ടേഴ്സിനോട്, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിനോട് ഇക്കോസിസ്റ്റത്തിന്റെ അകത്തെ ബയോട്ടിക് ഫാക്ടറിനെ നമുക്ക് ഒറ്റ വാക്കില് എന്ത് പേര് പറയാം എന്നാ പറഞ്ഞിരുന്നേ നമ്മള്? ഐ വാണ്ട് യുവർ റെസ്പോൺസ് ഇൻ ദ ചാറ്റ് ബോക്സ്. എന്ത് പേര് പറയും? ബയോട്ടിക് ഫാക്ടർ ഓഫ് എൻ ഇക്കോസിസ്റ്റം, ബയോളജിക്കൽ ഫാക്ടർ ഓഫ് എൻ ഇക്കോസിസ്റ്റം. ഓക്കെ ഐറിൻ, ഗുഡ്. കമ്മ്യൂണിറ്റി അല്ലെ. കമ്മ്യൂണിറ്റിയിൽ കുറെ പോപ്പുലേഷൻസ് ഉണ്ടാവാം അല്ലെ, അതിൽ കുറെ ഓർഗാനിസംസ് ഉണ്ടാവാം. അപ്പോ ഈ വാരിയിങ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിനോട് ഓർഗാനിസംസ് ഏതൊക്കെ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കണം. എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് വാരിയിങ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, കുറെ പേര് കമ്മ്യൂണിറ്റി പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട റെസ്പോൺസ് എന്ന് പറയുന്നത് റെഗുലേഷൻ, അല്ലെങ്കിൽ ദേ റെഗുലേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റെഗുലേറ്റ്, കൺഫോം, മൈഗ്രേറ്റ് ഓർ സസ്പെൻഡ്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും കേട്ടോ, നമുക്ക് കാരണം അടുത്ത പോപ്പുലേഷനെ പറ്റിയിട്ടുള്ളത് നമുക്ക് ഇന്ന് തന്നെ പഠിക്കാൻ. ഐ എം ടേക്കിംഗ് ലിറ്റിൽ ബിറ്റ് മോർ ടൈം ഓൾസോ, അല്ലെങ്കിൽ ഇത് തീരില്ല. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ, ബർത്ത്, പോപ്പുലേഷൻ കുറേ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് പോപ്പുലേഷൻ, പോളിനേഷൻ, കോമ്പറ്റേറ്റീവ് എക്സ്പ്രഷൻ. ഓക്കെ, വേഗം പറഞ്ഞു. എന്തുകൊണ്ടായി ഒരു കാര്യം വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആക്ടിവിറ്റീസ് അവർക്ക് കാണിക്കേണ്ടി വരുന്ന ഓർഗാനിസംസ്? അതായത് പോയിന്റ് നമ്പർ 1 എന്തായിരുന്നു? എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് വാരി ചെയ്യുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാം അല്ലെ. വാരി ചെയ്യുന്നതിനനുസരിച്ച് ഓർഗാനിസംസ് അവരുടെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ റെഗുലേറ്റ് ചെയ്യും. ബോഡി ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ചിലപ്പോൾ റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കൺഫേം ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോവും, അല്ലെങ്കിൽ ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്യും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് അല്ലെ. സ്റ്റഡീസ് ഇന്റേണൽ സ്റ്റേറ്റിനെ പറയുന്നതാണ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുന്നത്, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാറ്റസ്. ഓക്കെ ഫൈൻ. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ദ എൻവിറോൺമെന്റൽ കണ്ടീഷൻസ് എന്താണെങ്കിലും ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡിയുടെ കണ്ടീഷൻ അവർ റെഗുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ടെമ്പറേച്ചറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് കൺഫോമേഴ്സ് ആണെങ്കിലോ, ഇപ്പൊ ഈ റെഗുലേറ്റേഴ്സ് മെയിൻലി ആരായിരിക്കും? റെഗുലേറ്റേഴ്സ് ഹോമിയോതേംസ് ആയിരിക്കും. ഹോമിയോതേംസ് അല്ലെങ്കിൽ എൻഡോതേംസ് അല്ലെങ്കിൽ ഹോമിയോതേംസ്, മാമൽസ് നിങ്ങൾ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. കൺഫോമേഴ്സ് പോയ്ക്ലോതേംസ് ആയിരിക്കും. പോയ്ക്ലോതേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ്. ഓക്കെ, അതൊക്കെയാണ് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സ് ജനറലി എന്താണ്? ഏത് പ്ലാന്റ്സിനെ നമ്മൾ എടുത്താലും അവർ കൺഫേമേഴ്സ് ആണ് പ്ലാന്റ്സ് കേട്ടോ. ഒരുവിധം എല്ലാ പ്ലാന്റ്സും കൺഫേമേഴ്സ് ആണ്. ഓക്കെ, അവർക്ക് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ മെക്കാനിസം ഒന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദേ ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ഔട്ട്സൈഡ് കണ്ടീഷൻ. ഇനി ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസം, റെഗുലേഷനും കൺഫർമേഷനും ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുക. മനസ്സിലായി? മൈഗ്രേഷൻ അവർ ബിയോണ്ട്, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നില്ലായിരിക്കും. ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി എന്താണ്? അവർക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ കേസ് തന്നെ ആലോചിക്കുക. നമ്മൾ വലിയ റെഗുലേറ്റേഴ്സ് ആണെന്ന് പറയാം. നമ്മൾ വലിയ റെഗുലേറ്റേഴ്സ് ആണ്, കുളാൻഡർമാരാണ്. ഓക്കെ, നമുക്ക് ഒരു അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞാൽ അവിടെ വീഴും, മരിച്ചുപോകും. സൂര്യാഘാതമായിട്ട് മരിച്ചുപോയി എന്നൊക്കെ പേപ്പറിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ?
എന്തേ നമ്മൾ ഇത്രയും വലിയ റെഗുലേറ്റേഴ്സ് അല്ലേ? പക്ഷെ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന്റെ ഉള്ളിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. യു ആർ ഗെറ്റിംഗ് ദ ഐഡിയ. നമുക്ക് 50 ഡിഗ്രിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എബവ് 50 ഡിഗ്രി സെൽഷ്യസ് വാട്ട് വിൽ ഹാപ്പൻ? ദ പ്രോട്ടീൻസ് വിൽ ഗെറ്റ് ഡീനേച്ചേർഡ്. എല്ലാ പ്രോട്ടീൻസും ഡീനേച്ചേർഡ് ആയി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വീണ് മരിച്ചു പോകാന്നല്ലാതെ വേറെ രക്ഷയില്ല. ബേർഡ്സിനും തന്നെ അവസ്ഥ. ബേർഡ്സിനൊക്കെ വേറൊരു പ്രോബ്ലം കൂടി അവർ ഫേസ് ചെയ്യും. കാരണം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് കൺഫോമേഴ്സ് ആണ് അല്ലെ? അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പൊ വിന്റർ സീസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ സ്ലോ ആയി മാറും. അപ്പൊ അവർ ഫ്രൂട്ട്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. നോ ഫ്രൂട്ട്സ്, നോ സീഡ്സ്, നോ ഫുഡ്. അപ്പൊ ബേർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബോഡി ടെമ്പറേച്ചർ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? 3-4 നേരം ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ കുറച്ചു മുമ്പേ? ഇത് ബേർഡ്സിനും ബാധകമാണ്, നമുക്ക് മാത്രമല്ല. അപ്പോ ഈവൻ ദേ ക്യാൻ റെഗുലേറ്റ് വിത്തിൻ എ ലിമിറ്റ് ഓഫ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഡ്യൂ ടു ദ നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ്. They are forced to move from their location to some other place. That is known as the migration. ഫിഷസും മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്, ബേർഡ്സും മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഈ രണ്ട് ടാക്സുകളുടെ മൈഗ്രേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായോ? നോട്ട് ഡയറക്ട്ലി ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ ഇൻ അബയോട്ടിക് കണ്ടീഷൻ, maybe mostly because of the non availability of food. അതാണ് ബേർഡ്സിന്റെ കേസിൽ കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ സ്റ്റുഡൻസ്, 1 second. സ്റ്റുഡൻസ്, ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മളോട് മാനേജ്മെന്റ് സ്റ്റാഫ് വന്ന് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത് വെച്ചാല്, നിങ്ങളോട് ഒരു 2 മണിക്ക് ഒരു ഡെമോ ക്ലാസ്, അതായത് നമ്മളിപ്പോ ഈ എടുക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ കുറച്ചും കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് എടുക്കാവുന്ന സംവിധാനങ്ങൾ നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡെമോ ക്ലാസ് തരാൻ വേണ്ടി നിങ്ങളെന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ജസ്റ്റ് ഫോർ സം ടൈം, ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് അതൊന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് വന്നൂടെ? 2 മണിക്ക് അറ്റൻഡ് ചെയ്തൂടെ? ജസ്റ്റ് എ ഡെമോ ക്ലാസ്, നത്തിങ് റിലേറ്റഡ് ടു ദ സിലബസ് ഓർ സബ്ജക്ട്. വെറുതെ നമുക്കൊന്ന് സംസാരിച്ച് അതിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ട് അറിയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അതെ, നല്ല കളിയാണ് കേട്ടോ, നിങ്ങൾക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേറെ വരും കേട്ടോ. അപ്പൊ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു അറ്റൻഡ് ദാറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ്. ഓക്കെ, ഞാനൊരു 15 മിനിറ്റും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു സമയത്ത് നമുക്ക് പോപ്പുലേഷനും ഇക്കോസിസ്റ്റം കൂടി ക്ലബ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. പ്ലാന്റ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു, മൈഗ്രേറ്റേഴ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് വായിച്ചൊക്കെ. ഫിഷസും ബേർഡ്സ് ഒക്കെ പറഞ്ഞു. ഇതൊന്നും പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അവർ സസ്പെൻഡ് ചെയ്യും അവരുടെ ആക്ടിവിറ്റി. മിക്കവാറും എന്താണ്, ഡോർമെന്റ് ചെയ്യും. ഡോർമൻസി, സിസ്റ്റ് ഫോർമേഷൻ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ സമ്മർ സ്ലീപ്പിംഗ്, ദാറ്റ് ഈസ് നോൺ ആസ് ഈസ്റ്റിവേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഈസ്റ്റിവേഷൻ. സമ്മർ സ്ലീപ്പിംഗ് ഈസ് ഈസ്റ്റിവേഷൻ. എന്താ നിങ്ങൾക്ക് 1 second, യു ആർ സ്ക്രീൻ ഷെയറിംഗ്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അമൽ PP റൈസ്ഡ്. എന്താ അമലെ വിഷമം? അമലിന്റെ വിഷമം എന്താ?
പ്ലാന്റ്സിന് അങ്ങനെ ഈസ്റ്റിവേഷൻ ഒന്നുമില്ല. പ്ലാന്റ്സ് ആനിമൽസ് ആണ്, പ്ലാന്റ്സ് കൺഫോമേഴ്സ് ആണ്, അവർക്ക് അങ്ങനെ ഈസ്റ്റിവേഷൻ ഒന്നും ഇല്ല. ഞാൻ ഇതുവരെ പ്ലാന്റ്സിലെ ഈസ്റ്റിവേഷൻ കേട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ചില ഓർഗാനിസംസ് എന്താണ്, ഫ്രോക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഹിബർനേറ്റ് ചെയ്യും. അതായത് മഞ്ഞുകാലം വരുമ്പോ അതിനെ നമ്മൾ എന്താ പറയാ, ശിശിര നിദ്ര എന്നോ അങ്ങനെ എന്തൊക്കെയാ പറയാ തോന്നുന്നുണ്ട് മലയാളം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ മലയാളം കേട്ടോ. ഹിബർനേഷൻ എന്നാണ് പറയാ. അത് വിന്റർ സ്ലീപ്പ് ആണ്. ഓക്കെ, വിന്റർ സ്ലീപ്പ് ആണ് ഹിബർനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഈസ്റ്റിവേഷൻ, സമ്മർ സ്ലീപ്പ്. അതുപോലെ ഡയാപ്പോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡോർമൻസി. ഡയാപ്പോസ് ഡോർമെന്റ് അവസ്ഥയിൽ ഇരിക്കുക. അത് ചെയ്യുന്നത് ഇൻസെക്റ്റുകളും അതുപോലെ സൂപ്ലാങ്ക്ടൺസും ഒക്കെ ഡോർമൻസി ചെയ്യും കേട്ടോ. അതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കുറച്ച് റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റൂളാണ് ഷെൽഫോർഡ്സ് ലോ ഓഫ് ടോളറൻസ്. ഷെൽഫോർഡ്സ് ലോ ഓഫ് ടോളറൻസ് കേട്ടുണ്ടോ? ഇത് ഷെൽഫോർഡിന്റെ ലോ ഓഫ് ടോളറൻസ്. അപ്പൊ ഇത് കേട്ടുണ്ടോ? ഓക്കെ, റൂൾ ഓഫ് സസ്പെൻഷൻ അല്ല, ഷെൽഫോർഡ് ലോ ഓഫ് ടോളറൻസ്. ശ്രീദേവ് കേട്ടിട്ടുണ്ട്, ഷാരോൺ സാന്റി കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താ ഇത് പറയുന്നത്? ഇത് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ സ്പീഷീസിനും അല്ലെങ്കിൽ ഓർഗാനിസംസിന് ദർ വിൽ ബി an upper limit. ഒരു അപ്പർ ലിമിറ്റും ഉണ്ടായിരിക്കും, ഒരു ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കും. ഓഫ് ദ റെസ്പെക്റ്റീവ് എബയോട്ടിക് ഫാക്ടർ. ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ടായിരിക്കും, ഒരു ലോവർ ലിമിറ്റ് ഉണ്ടായിരിക്കും. സേ 5 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 5 ഡിഗ്രി ലോവർ ലിമിറ്റും 50 ഡിഗ്രി അപ്പർ ലിമിറ്റും. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 5 ഡിഗ്രിനേക്കാളും ടെമ്പറേച്ചർ താന്നാൽ ഓർഗാനിസത്തിന്റെ പണി അതോടെ കഴിഞ്ഞു. 50 ഡിഗ്രിനേക്കാളും കൂടി കഴിഞ്ഞാൽ ഓർഗാനിസത്തിന്റെ പണി അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. എല്ലാ ഓർഗാനിസത്തിനും ഒരു ലോവർ ലിമിറ്റും ഉണ്ട്, അപ്പർ ലിമിറ്റും ഉണ്ട്, ബിയോണ്ട് വിച്ച് ദേ കനോട്ട് ലിവ് അല്ലെ. അപ്പൊ ഈ ലിമിറ്റ് ചിലപ്പോ എന്തായിരിക്കും? ബ്രോഡർ ആയിരിക്കും, ചിലപ്പോ നേരോവർ ആയിരിക്കും. ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു? ഈച്ച് ആൻഡ് എവറി ഓർഗാനിസംസ് ദേ ആർ ഹാവിങ് എ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ഫോർ എവറി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അത് ചിലപ്പോൾ എന്തായിരിക്കും? ചെറിയ ലിമിറ്റ് ആയിരിക്കും. ചില ഓർഗാനിസത്തിന് ആ ലിമിറ്റ് ചിലപ്പോ 5 ഡിഗ്രി സെൽഷ്യസിന്റെ, അതായത് 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നാരോ റേഞ്ച് ഓഫ് ടോളറൻസും ഉണ്ട്, ബ്രോഡ് റേഞ്ച് ഓഫ് ടോളറൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഓർഗാനിസം ഒരു ഇക്കോസിസ്റ്റത്തിലാണ് എന്നുണ്ടെങ്കിൽ കുറെ എൻവിറോൺമെന്റൽ ഫാക്ടർ ഉണ്ട്. ലൈറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. സലൈനിറ്റി അല്ലെ ഇതിനോടൊക്കെയും ചില ലൈറ്റിനോട് ചില ഓർഗാനിസംസ് ബ്രോഡ് റേഞ്ച് ഓഫ് ടോളറൻസ് കാണിക്കുന്നുണ്ടായിരിക്കും. ടെമ്പറേച്ചറിനോട് ചിലപ്പോൾ നേരോ റേഞ്ച് ഓഫ് ടോളറൻസ് ആയിരിക്കും കാണിക്കുക. സലൈനിറ്റിയോട് ചിലപ്പോൾ ബ്രോഡ് റേഞ്ച് ഓഫ് ടോളറൻസ് കാണിക്കും. ഇത് സ്പീഷീസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞ എന്താണ്? ഒരു ലോവർ റേഞ്ചും ഉണ്ട്, ഒരു ലോവർ ലിമിറ്റും ഉണ്ട്, ഒരു അപ്പർ ലിമിറ്റും ഉണ്ട്. ഇത് ചിലപ്പോൾ നേരോ റേഞ്ച് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബ്രോഡ് റേഞ്ച് ആയിരിക്കാം. ഒരു എൻവിറോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിലെ ഓർഗാനിസംസിന് നേരോ റേഞ്ച് ഉള്ള ചില ഫാക്ടേഴ്സും കാണും, ബ്രോഡ് റേഞ്ച് ഉള്ള ചില ഫാക്ടേഴ്സും കാണും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിലേത് റേഞ്ച് ആണ് ഓർഗാനിസംസിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏത് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഏത് റേഞ്ച് എന്നുള്ളതിന് ഏത് ഫാക്ടർ ആണ് ഡിസ്ട്രിബ്യൂഷൻ? ആൻസർ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കുറെ പേര് പറയുന്നുണ്ട്. അഞ്ജല, റുബിയ, ഐറീൻ. ഓക്കെ, ഏത് ഫാക്ടറിനോടാണോ ഓർഗാനിസംസ് നേരോ ടോളറൻസ് കാണിക്കുന്നത്, ആ ഫാക്ടർ ആയിരിക്കും ആ എൻവിറോൺമെന്റില് ഓർഗാനിസം നിൽക്കണോ അതോ പോണോ എന്ന് തീരുമാനിക്കുന്നത്. That is known as the Shelford's law of tolerance. Always the factor to which organism exhibit narrow level of tolerance will decide its distribution in the ecosystem. ഇക്കോസിസ്റ്റത്തിൽ കുറെ ഫാക്ടേഴ്സ് ഉള്ളതിൽ ഏത് ഫാക്ടറിനോടാണോ നേരോ ലെവൽ ഓഫ് ടോളറൻസ് ഓർഗാനിസംസ് കാണിക്കുന്നത്, അതായിരിക്കും ആ ഇക്കോസിസ്റ്റത്തിൽ ആ ഓർഗാനിസം നിൽക്കണോ പോണോ. ഇപ്പൊ മനസ്സിലായോ ചില ഓർഗാനിസംസ് എന്തുകൊണ്ടാ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന്?
ചില ഓർഗാനിസംസ് മൈഗ്രേഷൻ ചെയ്യാൻ പറ്റാത്ത ലോക്കോമോഷൻ എബിലിറ്റി ഇല്ലാത്ത ഓർഗാനിസംസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? സസ്പെൻഷൻസ് കാണിക്കും, അല്ലെങ്കിൽ അവർ ചത്തുപോവും. ചത്തുപോകുന്ന എത്രയോ ഓർഗാനിസംസ് ഉണ്ട്. ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുമ്പോ നമ്മൾ പറയും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുന്നു അല്ലെ. ഇതില് നാരോ റേഞ്ച് ടെമ്പറേച്ചറിനോട് നാരോ റേഞ്ച് ഉള്ള ഓർഗാനിസംസ് ഒക്കെ ചത്തുപോകും. സ്റ്റീനോതെർമൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ ചത്തുപോകും. എൻവറോൺമെന്റിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുമ്പോൾ അതിന്റെ ബേസിസ് ആണ് നമ്മളിപ്പോ പറയുന്നത് കേട്ടോ, ഷെൽഫോർഡ് ലോ ഓഫ് ടോളറൻസ് എന്നുള്ളത്. അത് കഴിഞ്ഞ് വേറെ കുറച്ച് ലോസും കൂടി ഉണ്ട്. ഐ വിൽ ടെൽ അലൻസ് റൂൾ, ബെർഗ്മാൻസ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ്? നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാനത് പറയേണ്ട കാര്യമില്ല. ബെർഗ്മാൻസ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? എൻഡോതെർമിക് വെർട്ടിബ്രേറ്റ്സിനെ പറ്റിയിട്ടുള്ളതാണ് ബെർഗ്മാൻസ് റൂൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ബെർഗ് എന്ന് കേൾക്കുമ്പോൾ എന്താലോചിച്ചാൽ മതി? ബെർഗ് എന്ന് കേൾക്കുമ്പോൾ ഐസ്ബെർഗ് ആലോചിച്ചാൽ മതി കേട്ടോ. ഐസ്ബെർഗ് എന്താണ്? ഫേമസ് ഫോർ ഇറ്റ് സൈസ്. ടൈറ്റാനിക്കിനെ ആലോചിക്കുക, ഐസ്ബെർഗ് ആലോചിക്കുക, കൂട്ടത്തിൽ ടൈറ്റാനിക്കിനെ ആലോചിക്കുക, ഐസ്ബെർഗിന്റെ സൈസിനെ പറ്റി ആലോചിക്കുക. അപ്പൊ ഇത് എന്തിനെ പറ്റി പറയുന്നതാണ്? ഹോമിയോതേർംസ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സിന്റെ ബോഡി സൈസിനെ പറ്റി പറയുന്നതാണ്. No, they might be different. Imran, Amir to everyone. എന്താ ഇമ്രാനെ? It's based on same as Blackman's law. Blackman's law എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്മാൻ ആണോ ബെർഗ്മാൻ ആണോ ഉദ്ദേശിച്ചത്? ബ്ലാക്ക്മാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലോ കേട്ടിട്ടില്ലല്ലോ. ജസീക്കയോടാ ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ ജസീക്ക ഹിയർ നാരോ സെയിം ആസ് ലിമിറ്റിംഗ്, സെയിം ആസ് ലിമിറ്റിംഗ്. ലിമിറ്റിംഗ് നാരോ എന്ന് പറഞ്ഞ നാരോ റേഞ്ച്, ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നാരോ റേഞ്ച് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ്? ലിമിറ്റിംഗ് ഫാക്ടർ, നാരോ റേഞ്ച്, ലിമിറ്റിംഗ് ഫാക്ടർ രണ്ടും രണ്ടല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഓർമ്മയില്ലടാ ശ്രീദേവേ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേന്ന്? ജസീക്ക എന്താ? എനിക്ക് ഇതെന്താ പറയുക, ചാറ്റിന്റെ ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് പലതും ഏതിനോടാണെന്ന് കുറെ പേര് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യലി റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സെയിം ബ്ലാക്ക്മാൻസ് ലോ. ഫോട്ടോസിന്തസിസ്, ഐ ഡോണ്ട് നോ ഫോട്ടോസിന്തസിസ് ടു ബി ഫ്രാങ്ക്ലി. ഞാൻ ഫോട്ടോസിന്തസിസിലെ ബ്ലാക്ക്മാൻ ലോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് പഠിച്ചിട്ടില്ല. വേണമെങ്കിൽ പഠിച്ചിട്ട് പറയാമെന്ന് മാത്രം. ലിമിറ്റിംഗ് ഫാക്ടേഴ്സും അതിന്റെ റേഞ്ചും. റേഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ പറയുന്നത്, ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ലോ ഓഫ് ലിമിറ്റ് എന്താ? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ നിങ്ങൾ അവിടെ ഫോട്ടോസിന്തസിസിൽ പഠിച്ചോ എന്ന് പറഞ്ഞു. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ, ചില ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചില ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണോ ലിമിറ്റിംഗ് ഫാക്ടർ? കാരണം ഞാൻ ബോട്ടണി ഫോട്ടോസിന്തസിസ് ഒക്കെ +2 പഠിച്ച് വിട്ടതാ കുട്ടികളെ. അതുകൊണ്ട് എനിക്ക് ഫോട്ടോസിന്തസിസ് എന്നുള്ള ചാപ്റ്റർ അത്ര അറിയില്ല. പക്ഷെ ഞാനിപ്പോ ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലിമിറ്റിംഗ് ഫാക്ടർ, അതെന്താണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ എസെൻഷ്യലി ചില ഫാക്ടേഴ്സ് വേണം. അതിന്റെ അളവനുസരിച്ച് ഫോട്ടോസിന്തസിസ് നടക്കാതിരിക്കാം എന്നുള്ളതാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ആ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നടക്കും, അതില്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ അത് നിർബന്ധമായിട്ടും വേണം, അതില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും അത് അവിടെ പറയുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ റേഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. In many chemical factor effect, the activity depends on the minimal value. മിനിമൽ വാല്യൂ അതാണ് പറയുന്നത്. മിനിമം അത്രയെങ്കിലും വേണം, അതില്ലെങ്കിൽ ആ ആക്ടിവിറ്റി നടക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ അതല്ലല്ലോ പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാ ഫാക്ടേഴ്സും അവൈലബിൾ ആണ്. ആ ഫാക്ടേഴ്സിനോടുള്ള ഓർഗാനിസത്തിന്റെ ടോളറൻസ് ലെവലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിലെ ഓർഗാനിസത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സലൈനിറ്റി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നല്ല പറയുന്നത്. ടെമ്പറേച്ചറും ഉണ്ടാവാം, സലൈനിറ്റിയും ഉണ്ടാവാം, അതുപോലെ ലൈറ്റും ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ അതിന്റെ റേഞ്ച് വ്യത്യാസമായിരിക്കും, അതിന്റെ ടോളറൻസ് ലെവൽ വ്യത്യാസമായിരിക്കും എന്ന് പറയുന്നത്. ഇവിടെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് കേട്ടോ. അതാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഈവൻ ഇഫ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് ദർ, അതിന്റെ റേഞ്ച് വ്യത്യാസമായിരിക്കാം. അതാണ് ഇവിടെ നമ്മൾ റേഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫാക്ടർ ഉണ്ടോ ഫാക്ടർ ഇല്ലേ,
എന്നുള്ളതിനെ പറ്റിയിട്ടല്ല, പ്രസൻസ് ഓർ ആബ്സെൻസിനെ പറ്റിയിട്ടല്ല പറയുന്നത്. അത് പ്രസന്റ് ആണെങ്കിൽ അതിന്റെ റേഞ്ച് എത്ര എന്നുള്ളതാണ്. വൈഡ് റേഞ്ച് അതിനോട് ടോളറൻസ് കാണിക്കുന്നുണ്ടോ, നേരോ റേഞ്ച് ഓഫ് ടോളറൻസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പർട്ടിക്കുലർലി ഫോർ അനിമൽസിന്റെ കേസിലാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ അനിമൽസിന് എന്തിനുള്ള സൗകര്യം ഉണ്ട്? അവർക്ക് ലോക്കോമോഷനുള്ള സൗകര്യം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കാലാവസ്ഥ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഊട്ടിയിലേക്ക് പോകാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബിക്കോസ് ഐ എം ഫ്രീ ടു മൂവ് ഫ്രം ഹിയർ ടു ദർ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിന്റെ മെക്കാനിസവും അനിമൽസിലുള്ള മെക്കാനിസവും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ പോയിന്റ്. റേഞ്ചിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് ബെർഗ്മാൻസ് റൂൾ സൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്താ പറയുന്നത്? വാർമർ റീജിയൻസിൽ നിന്ന് പോൾസിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പോളാർ റീജിയനിലുള്ള വെർട്ടിബ്രേറ്റ്സ്, ഹോമിയോതേംസ് വാർമർ റീജിയനിലുള്ള ഓർഗാനിസത്തിനേക്കാളും കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഇന്ത്യയിലുള്ള കരടി, നമുക്ക് ഇന്ത്യയിൽ കരടി ഉണ്ട് അല്ലെ, ബെയേഴ്സ്, പോളാർ ബെയേഴ്സ്. ഇതിൽ ഏത് ബെയറാ സൈസ് കൂടുതൽ? ഏത് ബെയറാ സൈസ് കൂടുതൽ? പോളാർ ബെയർ. കാരണം അതാണ് ബെർഗ്മാൻ റൂൾ പറയുന്നത്. പോളാർ റീജിയനിൽ അല്ലെങ്കിൽ കോൾഡർ ക്ലൈമറ്റിലുള്ള ഓർഗാനിസംസ്, വെർട്ടിബ്രേറ്റ്സ്, ഹോമിയോതേംസ് എന്തായിരിക്കും? വാർമർ റീജിയനിലുള്ളതിനേക്കാളും വലുപ്പം കൂടുതലായിരിക്കും. അലൻസ് റൂൾ എന്താണ്? അലൻസ് റൂൾ പറയുന്നത് ഇത് തന്നെ, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ബെർഗ്മാൻ റൂളിന്റെ എക്സ്റ്റൻഷൻ ആണ്. സൈസ്, ബോഡി സൈസ് വലുതായിരിക്കും, പക്ഷേ പ്രോക്സിമിറ്റീസ്, അതായത് ചെവിയുടെ സൈസ്, കൈവിരലുകളുടെ സൈസ്, ഇതൊക്കെ എന്തായിരിക്കും? ചെറുതായിരിക്കും, ഷോർട്ടർ ആയിരിക്കും. അപ്പൻഡേജസ്, ടെയില്, ഇയേഴ്സ്, ഇതൊക്കെ ചെറുതായിരിക്കും. എന്തിനായിരിക്കും ടെയിലും ഇയേഴ്സ് ഒക്കെ ചെറുതായിരിക്കുന്നത്? പറയൂ. ബോഡി സൈസ് വലുതായിരിക്കും, വലിയ ഒരു ബെയർ ആയിരിക്കും, വലിയ ബെയർ ആണ്, പക്ഷെ കുഞ്ഞു ചെവിയാണ് ഉണ്ടാവുക. എന്തായിരിക്കും കാരണം? നമ്മുടെ ഇവിടുത്തെ ചെവികളൊക്കെ കണ്ടിട്ടുണ്ടോ? നായ്ക്കളുടെയൊക്കെ ചെവികളൊക്കെ നല്ല വളഞ്ഞിങ്ങനെ താഴ്ത്തേക്ക് കിടക്കുന്ന ചെവിയുള്ള നായ്ക്കളൊക്കെ ഉണ്ട് അല്ലെ. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ചെവികളൊക്കെ എന്താണ്, വലുപ്പം കൂടുതലായിരിക്കും. കോൾഡർ റീജിയനിലുള്ള ആൾക്കാരുടെ ചെവികളൊക്കെ ഇത്തിരി വലുപ്പം കുറവായിരിക്കും. കാരണം അതുവഴിയുള്ള ടെമ്പറേച്ചർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണ്? അഡാപ്റ്റേഷൻസ്. വളരെ വലിയ ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് അഡാപ്റ്റേഷൻ അറിയാമോ? നിങ്ങൾക്ക് നമ്മൾ പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യും. വാരിയിങ് ടെമ്പറേച്ചർ, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബിഹേവിയറലി അഡാപ്റ്റ് ചെയ്യും, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ ചെയ്യും, മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞതൊക്കെ കേട്ടോ. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ, മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ വേറെയും കുറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെസേർട്ടിലുള്ള ഓർഗാനിസംസിനൊക്കെ എന്തുണ്ട്? തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്. ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്. വളരെ സിമ്പിൾ ആണ് മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ. മാത്രമല്ല സങ്കൺസ്, ടൊമാറ്റോ ലീഫുകളൊക്കെ തോൺസ് ആയിട്ട് മാറുക അല്ലെ. അതുപോലെ നമുക്ക് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് നമുക്ക് കുറെ പറയാൻ പറ്റും. നമുക്ക് ഷെയ്ഡ് സീക്കിംഗ് ബിഹേവിയർ, പാന്റിങ് ബിഹേവിയർ. നാവിട്ടിട്ട് നായ്ക്കൾ കണ്ടിട്ടുണ്ടോ? നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ടെമ്പറേച്ചർ നാക്ക് പുറത്തേക്ക് നീട്ടുന്നത് കൂടി സർഫസ് ഏരിയ, ബോഡിയുടെ മൊത്തം സർഫസ് ഏരിയ എക്സ്പോസ്ഡ് ടു ദ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ വിൻഡിനോട് കൂടുതലാവണം. അപ്പൊ നാവിൽ നിന്നുള്ള ടെമ്പറേച്ചർ കുറെ പോവും. കാരണം സലൈവ ഉണ്ടായിരിക്കും, അതിനെ ഇവാപറേറ്റ് ചെയ്ത് പോകാനൊക്കെ ടെമ്പറേച്ചർ കുറെ യൂസ് ചെയ്യുന്നതോടുകൂടി ബോഡിക്ക് മൊത്തം ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾ ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ്. വിത്ത് ദാറ്റ് ഞാൻ ആ സെഷൻ ഒന്ന് ചാടി കിടക്കുകയാണ്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് വെറുതെ വായിച്ചാൽ മനസ്സിലാവുന്നതായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 1:30 ആവാനാണ് പോകുന്നത്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. പോപ്പുലേഷൻസ് ആണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ പോപ്പുലേഷൻസും അതുപോലെ ഇക്കോസിസ്റ്റത്തിനും കൂടിയിട്ട് ഒരു ഈ പറഞ്ഞ പോലെ അടുത്ത ഒരു ക്ലാസ് വെക്കാം കേട്ടോ. ഇന്നിപ്പോ നിങ്ങൾക്ക് വിശന്ന് തുടങ്ങിയോ? ടു റെഡ്യൂസ് കാമോഫ്ലാഷ്, അത് അഡാപ്റ്റേഷൻ ഞാൻ പറയാം. വിശന്ന് തുടങ്ങി. ഓക്കെ, പോയി ചോറുണ്ടോളൂ കേട്ടോ. അപ്പൊ 2 മണിക്ക് ലിങ്ക് കിട്ടും, വരണം മറക്കരുത് കേട്ടോ. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ സ്പെഷ്യലി നോക്കും. റൂബയ്ക്ക് നോമ്പാണെന്ന്. സാരില്ല രൂപ, അത് നല്ല പുണ്യം കിട്ടുമല്ലോ കേട്ടോ. ശരി, സാഹിദ് നോ ഓപ്ഷൻ സാർ. വിശന്നാലും അതെന്താ? സാഹിദ് ഓക്കെ, നോമ്പാണെന്ന് അല്ലേ. ഓക്കെ, കുഴപ്പമില്ല, നല്ലതിന് വേണ്ടിയിട്ടല്ലേ, നല്ലത് സംഭവിക്കും കേട്ടോ. ശരി, റംദാൻ. ഓക്കെ, റംദാൻ. ഓക്കെ, ഇനി 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇന്നിപ്പോ എത്ര? 21, 23 അല്ലെങ്കിൽ 24 പെരുന്നാളല്ലേ. അപ്പൊ അടിച്ചു പൊളിക്കാലോ. കഴിയാറായില്ലേ, പിന്നെന്താ വിഷമം? അപ്പോ ഓക്കെ, ബൈ. ഇപ്പൊ 2 മണിക്ക് കേട്ടോ, 2 മണിക്ക് കാണാം. ബൈ.